നമ്മെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം ഉള്ള ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാന മാസ്റ്റർ ഇന്നലെ നിര്യാതനായ വിവരം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് 5 മണിക്കാണ് സംസ്കരിക്കുന്നത്. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. സാന മാസ്റ്ററെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. തുടർന്ന് നമുക്ക് കഴിഞ്ഞ മാസം നളചരിതത്തെ പറ്റി ഇവിടെ അവതരിപ്പിച്ച ഏതാനും ആശയങ്ങൾ, അതിൻ്റെ തുടർച്ചയിൽ ചില കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ മാസം പറഞ്ഞ പോലെ തന്നെ നളചരിതത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവിടെ മുമ്പിലിരിക്കുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. നളചരിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ മലയാളത്തിലെ മറ്റു പല കൃതികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്നും തോന്നുന്ന ഒരു കാര്യം, വലിയ ഗാഢമായ പ്രതിപത്തിയും വലിയ ആരാധനയും ആണ് പലർക്കും നളചരിതത്തെ പറ്റി ഉള്ളത്. ഇപ്പോഴും അങ്ങനെയാണ്. അവർ വിചാരിക്കുന്നത് തന്നെയാണ് നളചരിതത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നളചരിതത്തിൻ്റെ അന്തസ്സത്ത എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇത് തമ്മിൽ ചില ഏറ്റുമുട്ടലുകളും ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ ഒരർത്ഥം എനിക്ക് തോന്നുന്നത് ഇന്നും വളരെ സജീവമായ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒന്നാണ് 18-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കൃതി എന്നത് തന്നെയാണ്. വളരെയധികം കൃതികൾക്കൊന്നും അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവാറില്ല. ആ നിലയ്ക്ക് ഒരു പഴയ കൃതി എന്നതിനേക്കാൾ കൂടുതൽ സമകാലികമായ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു കൃതി എന്ന സവിശേഷത നളചരിതത്തിനുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നളചരിതത്തിൻ്റെ ഘടനാപരമായ സവിശേഷതകളെ സംബന്ധിച്ചും അതിൻ്റെ ഒരു പൂർണ്ണതയെ സംബന്ധിച്ചും അതിൻ്റെ ഒരു തരംഗ സ്വഭാവത്തെ സംബന്ധിച്ചുമൊക്കെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറയാൻ ശ്രമിച്ചത്. ഭാഷ തീർച്ചയായിട്ടും സാഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഭാഷയെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നതും എടുത്തു നോക്കുന്നതും പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഭാഷാ സഹിതമായിട്ടല്ലാതെ സാഹിത്യത്തെ നമുക്ക് കാണാൻ കഴിയില്ല. നളചരിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഷ നളചരിതം ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പഠന വിഷയമായിട്ടും നളചരിതത്തിന് ആദ്യം വ്യാഖ്യാനം എഴുതിയ രാജരാജവർമ്മയായാലും പിന്നീട് ആർ നാരായണപ്പണിക്കരും ദേശമംഗലത്ത് രാമവാര്യരും MS ശാസ്ത്രിയും ഇളംകുളം കുഞ്ഞൻപിള്ളയും പന്മനയും അങ്ങനെ നളചരിതത്വം വ്യാഖ്യാനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും നളചരിത ഭാഷയുടെ സവിശേഷതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി വ്യാഖ്യാനിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരെ പോലെ N കൃഷ്ണപിള്ളയെ പോലെ ഒക്കെ നളചരിതം വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും നളചരിതത്തെ പറ്റി വലിയ ബഹുമാനത്തോടു കൂടി പഠിച്ചിട്ടുള്ള ആളുകൾ അതിൻ്റെ ഭാഷയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ആ ഭാഷ അങ്ങനെ സവിശേഷം ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം 18-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പിൽക്കാലത്തോ മലയാള കവിതയിൽ സാധാരണമായി കടന്നു വരുന്ന, സാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ പല പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ ഭാഷാഘടനകളും അതിൽ ഉള്ളതുകൊണ്ടാണ്. ഭാഷയിലെ പുതിയ പദച്ചേരുവകളും പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ പുതിയ ഭാഷാഘടനകളും ഭാഷയെ മാത്രം സംബന്ധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. പലപ്പോഴും പുതിയ ചില ആവിഷ്കാര സങ്കേതങ്ങളും പുതിയ ചില ആവിഷ്കാര മാർഗങ്ങളും ഇല്ലാതെ പുതിയ അനുഭവത്തെപ്പറ്റി പറയാൻ കഴിയാതെ വരുന്ന സമയത്താണ് പുതിയ ഭാഷ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം അലങ്കാരങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സമസ്തപദങ്ങളെ പറ്റിയോ എടുത്തെടുത്ത് പറയുകയല്ല ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പുതിയ ഒരു പദസംഘാതം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിയാൽ അത് പുതിയതായിട്ട് എന്തെങ്കിലും അന്ന് നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള ഒരു വീർപ്പൂട്ടലിൽ നിന്നായിരിക്കണം ചിലപ്പോൾ പുതിയ പദപ്രയോഗങ്ങൾ ഉണ്ടായി വരുന്നത്. വലിയ കവികളെ സംബന്ധിച്ച് വലിയ എഴുത്തുകാരെ സംബന്ധിച്ചൊക്കെ നോക്കിയാൽ അവരുടെ കൃതികളിൽ ഇതുപോലെ ചില സവിശേഷ പദക്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഒന്ന് പുതിയ പദച്ചേരുവകൾ ഉണ്ടാക്കുന്നതായിരിക്കാം, മറ്റൊന്ന് സന്ദർഭം കൊണ്ട് പഴയ പദപ്രയോഗങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു വലിപ്പം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സവിശേഷമായ അർത്ഥപ്രതീതി. ഇത് സന്ദർഭം കൊണ്ട് കിട്ടുന്ന, ആ സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നത് കൊണ്ട്
കിട്ടുന്നതും ആയിരിക്കും. ഈ രണ്ട് തരത്തിലും ഭാഷയെ പുതുക്കുക എന്ന് പറയുന്നത് മഹാകവികളുടെ അല്ലെങ്കിൽ വലിയ എഴുത്തുകാരുടെ ഒക്കെ ഒരു കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിൽ ധർമ്മപുത്രരുടെ ഒരു ദുഃഖം പറയുന്ന സന്ദർഭത്തിൽ ധർമ്മപുത്രര് പറയുന്നത്, ഒരു നാളും ഒരു സുഖം എനിക്കില്ല, വരുന്നതൊക്കെയും വളർന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഈരടി, വളരെ ലളിതമായ ഈരടി, നമുക്ക് ഇന്നത്തെ മലയാളം ആണ് എന്ന് കൃത്യമായിട്ട് പറയാവുന്ന ഒരു ഈരടി. പക്ഷെ അത് ആ സന്ദർഭത്തിൽ നിന്ന് വളരുന്ന ഒന്നായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം മഹാഭാരതത്തെയും രാമായണത്തെയും ഒക്കെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ സമീപകാലത്ത് നടക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ട് അവസാനം 20ാം നൂറ്റാണ്ടിലുമായിട്ട് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിഹാസങ്ങളെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും വിടർത്തിയിട്ട് അത് അവിടെ നിന്ന് മാറ്റിയിട്ട്, അതിൻ്റെ ചരിത്ര പ്രസക്തി ഉണ്ട്, അതിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റി സമകാലികമായ ജീവിത പ്രതിസന്ധികളിലെയും ജീവിത സന്ദർഭങ്ങളിലെയും തെളിച്ചം ഈ ഇതിഹാസ സന്ദർഭങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നതിനുള്ള പല അന്വേഷണങ്ങളും സാഹിത്യത്തിൽ നടക്കുന്നത് നമുക്കറിയാം. മലയാളത്തിലും അങ്ങനെയുള്ള എത്രയോ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സാധാരണമെന്ന് തോന്നുന്ന ഒരു നാളും ഒരു സുഖം എനിക്കില്ല എന്ന് നമുക്ക് ആർക്കും വലിയ സങ്കടം വരുന്ന സന്ദർഭങ്ങളിൽ പറയാൻ കഴിയുന്നതാണ്. വരുന്നതൊക്കെയും വളർന്ന ദുഃഖങ്ങൾ എന്നതും നമുക്കിപ്പോഴും പറയാൻ കഴിയുന്ന ഈ ഒരു വാക്കുകളാണ്. അപ്പോൾ അവിടെ വാക്കുകളുടെ സവിശേഷത കൊണ്ടല്ല ആ വാക്കുകൾക്ക് ഒരർത്ഥഗരിമ ഉണ്ടാക്കുന്ന, അത് ആ സന്ദർഭത്തിൻ്റെ സവിശേഷത കൊണ്ട് ആ കഥാപാത്രം അതുവരെ ജീവിച്ചു വന്ന സങ്കീർണമായ വ്യക്തിത്വത്തിൻ്റെ ഒരു ഊറിക്കൂടൽ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കുമിഞ്ഞുകൂടൽ എന്ന് പറയുന്നത് ആ വാക്കിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അത് വായിച്ച് നമ്മൾ ആസ്വദിക്കുന്നതെന്നല്ല പറയുന്നത്. പക്ഷേ ആ വായനയെ സംബന്ധിച്ച് നമ്മൾ അല്പം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ മാനസികമായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കവിതാ ചരിത്രത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ തന്നെ കവിത, ഗദ്യവും പദ്യവും ഒക്കെ ഒന്നിച്ച് പറയാം, അതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേസമയം തന്നെ പുതിയ പദക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കാണാം. ഉണ്ണായി വാര്യരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പദപ്രയോഗങ്ങളുണ്ട്. അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതലായിട്ടോ പുതിയ ചില പദചേരുവകൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ വിധിയന്ത്രത്തിരിപ്പ് എന്ന ആ ഒരു സമസ്ത പദം എനിക്ക് തോന്നുന്നില്ല അതിനു മുമ്പ് ആരും ഉപയോഗിച്ചിട്ടുണ്ടാകുന്നു. അതിനുശേഷവും കാര്യമായിട്ട് ആരും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇത് റെഫർ ചെയ്തിട്ടാണ്, ഉണ്ണായി വാര്യരെ റെഫർ ചെയ്തിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. എന്നല്ലാതെ ഈ വിധിയന്ത്രത്തിരിപ്പ് എന്ന ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നളചരിതത്തെ പറ്റി ചർച്ച ചെയ്ത കൂടെ ഈ വിധിയുടെ ഒരു പ്രാധാന്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ഈ മധ്യകാല സാഹിത്യഭാവനയിലും മധ്യകാല ജീവിത പരിതസ്ഥിതിയിലുമൊക്കെ വിധി വിശ്വാസത്തിനുണ്ടാകുന്ന ഒരു പ്രാധാന്യത്തെപ്പറ്റി സാന്ദർഭികമായിട്ട് പറഞ്ഞിരുന്നു, പരാമർശിച്ചിരുന്നു. അപ്പം ഈ വിധി അങ്ങനെ തന്നെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം. സാധാരണ ആളുകളെ സംബന്ധിച്ച്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അന്ന് അങ്ങനെ വിധിവിശ്വാസികളായിട്ടും വിധിക്ക് അധീനപ്പെട്ട് ജീവിക്കുന്നവരായിട്ടും ആളുകൾ ജീവിച്ചു വരികയായിരുന്നു. അതേ സമയത്ത് അതേ 18ാം നൂറ്റാണ്ടിൽ ഉണ്ണായി വാര്യർ പക്ഷേ ആ വിധിയെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളെയാണോ സൃഷ്ടിച്ചത്, അതോ ആ വിധിയോട് പൊരുതുകയും അതിൽ ധാരാളം അംഗഭംഗങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും വീണ്ടും മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ടാമത് പറഞ്ഞതാണ്. അപ്പോൾ നിശ്ചയമായിട്ടും വിധിയെ വിധിയായി മാത്രം കാണാതെ വിധിയെ വിധിയന്ത്രത്തിരിപ്പ് എന്ന്, വിധിയുടെ യന്ത്രത്തിൻ്റെ ഒരു തിരിപ്പ് കൊണ്ട് താനിങ്ങനെ ആയിത്തീർന്നു, അത് അതിൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു കറക്കം കൊണ്ട് താനിങ്ങനെ ആയിത്തീർന്നു എന്ന് പറയുന്നതിലൂടെ അതിനെ അങ്ങനെ തന്നെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുക മാത്രമാണോ ചെയ്യുന്നത്? അതിനെ ഒന്ന് ഉള്ളിൽ കടന്ന് വിധി എന്ന് പറയുന്ന ആ സങ്കല്പത്തെയും വിധി എന്ന് പറയുന്ന ആ വാക്കിനെയും അതിൻ്റെ ഉള്ളിൽ കടന്ന് ഒന്ന് എന്താ പറയണ്ടേ, അന്വേഷിച്ച് നോക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാനുള്ള, അല്ലെങ്കിൽ സൂക്ഷ്മമായി ഒന്ന് നോക്കാനുള്ള ഒരു പ്രവണത അതിലുണ്ടെന്ന് നമുക്ക് എത്രയോ കാലം കഴിഞ്ഞ് ആ വാക്ക് വായിക്കുമ്പോൾ, ആ വാക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സന്ദർഭം നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ തോന്നും. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ പുതിയ വാക്കിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് പറയാം. ഇതുപോലെ പല വാക്കുകളും ഉണ്ണായി വാര്യർ സൃഷ്ടിക്കുന്നുണ്ട്.
അപ്പോൾ ആധികർണധാരൻ എന്ന ഒരു വാക്ക് അദ്ദേഹത്തിൻ്റേത് ഇതൊക്കെ വളരെ സൗന്ദര്യമുള്ള വാക്കുകളുമാണ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്ക് ഒറ്റ കേൾവിയിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ വായനയിൽ തന്നെ മനസ്സിൽ നിന്ന് പോവാത്തതുപോലെയുള്ള ഒരു സൗന്ദര്യം, അത് ശബ്ദം കൊണ്ടായാലും അതിൻ്റെ അർത്ഥ സാന്ദ്രത കൊണ്ടായാലും അതുപോലെ തന്നെ ആ സന്ദർഭത്തിനോട് ഇണങ്ങിച്ചേരുന്നത് കൊണ്ടായാലും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വളരെ സുന്ദരമായിട്ടുള്ള പദങ്ങൾ പലതും ഇതുപോലെ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആധികർണധാരൻ എന്നുള്ളത് 4-ാം ദിവസത്തിൽ ഹംസത്തെ വിശേഷിപ്പിച്ച് നളൻ പറയുന്ന ഒരു പദമാണ്, ഒരു വിശേഷണം, ഹംസത്തിൻ്റെ ഒരു വിശേഷണമാണ്. അപ്പോൾ ആധി എന്ന വാക്കും അതുപോലെ തന്നെ നവതരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആധി ജലധിയിലാണ് കിടക്കേക്കാൾ അറുതി അസുക്കൾ തിഹവരികിൽ അതേ നല്ലു എന്ന് ദമയന്തി പറയുന്നുണ്ട്. അതുപോലെ ഈ ആധി ജലധി എന്നുള്ള ആധിജലധി എന്നും ആധിവാരിധി എന്നുള്ള പ്രയോഗം ഉണ്ണാവിവാരിൽ നടത്തുന്നുണ്ട്. ആധി എന്നത് ദുഃഖം തന്നെയാണെന്ന് നമുക്കറിയാമെങ്കിലും ദുഃഖമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു വേവലാതിയോ അല്ലെങ്കിൽ ഒരു കരകാണായികയോ ഒക്കെ ഈ ആധി എന്ന്, ഇപ്പോൾ ആധി മുഴുത്ത് വ്യാധിയായി എന്നൊക്കെ നമ്മൾ ശൈലി പോലെ പറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെ മലയാളത്തിൽ സർവത്ര പ്രയോഗത്തിലുള്ള ഈ ആധിയെ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും സൂചനയ്ക്കായിട്ട് അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കപ്പിത്താൻ, കർണധാരൻ കപ്പിത്താനാണ്. ആ കപ്പിത്താൻ എന്ന പദവിയാണ് ഹംസത്തിനുള്ളത് എന്ന് പറയുമ്പോൾ ഹംസത്തിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദ ചിത്രം കൂടി ആ വാക്കിൽ ഉള്ളടക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അതേസമയം അത് സാഹിത്യപരമായിട്ട് സംഗീതപരമായിട്ടും ഒക്കെ അതിൻ്റെ ഒരു ശോഭ നിലനിർത്തുന്നതുമാണ്. അപ്പം ഇങ്ങനെ ഉള്ള പദപ്രയോഗങ്ങൾ ആണോ ഭാഷ എന്ന് ചോദിച്ചാൽ അതും ഭാഷയാണെന്ന് നമുക്ക് പറയാമല്ലോ. ഭാഷയെ സമീപിക്കുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതകളാണ് അത് എന്ന് പറയാം. അതുപോലെ അങ്കാരം എന്ന വാക്കും ഉണ്ണായിവാരിൽ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ട്. 2 സ്ഥലത്തുണ്ട് അത്. ഒന്ന് ചലതളിച്ചങ്കാരം ചെവികളിൽ അങ്കാരം എന്ന് 1-ാം ദിവസത്തിൽ ദമയന്തിക്ക് തോന്നുന്ന ഈ കാമാവസ്ഥയുടെ അങ്ങേയറ്റം വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ സങ്കേതബദ്ധമാണത്. ഇപ്പോൾ നമുക്ക് സുഖകരമായിട്ട് തോന്നുന്നതെല്ലാം വളരെ ദുസ്സഹമായിട്ട് തോന്നുന്നു എന്നാണല്ലോ ശൃംഗാരത്തിൻ്റെ ഒരവസ്ഥ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ദുഃഖകരമായിട്ട് തോന്നുന്നതിൻ്റെ ഒന്നാണ് ഈ വണ്ടിൻ്റെ മുരൾച്ച എന്ന് പറയുന്നത് ചെവിയിൽ കനൽ കോരിയിടുന്നത് പോലെയാണ് എന്ന് പറയുന്നത്. ഈ കനൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കത്തുന്നതാണ്. ആളിക്കത്തിയാൽ അത് തീരുമല്ലോ, ആളി കത്തുന്നതല്ല, അതേസമയം നീറി കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നീറി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വികാര അവസ്ഥ എന്ന് പറയുന്നത്, ഒരു വൈകാരിക അവസ്ഥ എന്ന് പറയുന്നത് നളചരിതത്തിലെ പല കഥാപാത്രങ്ങളും പല സന്ദർഭങ്ങളിലും അനുഭവിക്കുന്നതാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പോൾ അത് ശൃംഗാരത്തിൻ്റെ അതിൽ ഉന്നതമായ അല്ലെങ്കിൽ ആത്യന്തികമായ ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കാനാണ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ വേറൊരു സ്ഥലത്ത് അങ്കാരം ഉപയോഗിക്കുന്നത് അങ്കാര നദി എന്നാണ്. 4-ാം ദിവസത്തിൽ ഇതേ ദമയന്തി തന്നെ അങ്കാര നദിയിൽ ബഹുതരംഗാവലി ഞാനോ മുങ്ങാവതോ മുങ്ങി മങ്ങിനെ അറിയാഞ്ഞേതും എന്ന് പറയുമ്പോൾ അങ്കാരത്തെ നദിയായിട്ട് അവിടെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നദി ഓളം വെട്ടുന്ന ഒരു പുഴയാണ്, നദിയാണ്. ആ നദി കനലുകളുടെ തീക്കനലിൻ്റെ ഒരു നദിയാണെങ്കിൽ ആ നദിയിൽ മുങ്ങാവതോ മുങ്ങി മങ്ങിഞ്ഞാൽ എത്ര മുങ്ങാമോ അത്രയും, മൂക്ക് വരെ മുങ്ങി, മൂക്ക് കൂടി മുങ്ങിയാൽ പിന്നെ ശ്വാസം കിട്ടില്ലല്ലോ, ശ്വാസം കിട്ടുകയും ചെയ്യും. ശ്വാസം പോയിരുന്നെങ്കിൽ തിരക്കേടില്ലാന്ന് തോന്നുന്നു. അത്രയും മുങ്ങി എന്ന് ആണ്. അതും എത്രയോ ഉത്കടമായ ഒരു സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൻ്റെ സവിശേഷതയൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വന്ന ബാഹുകൻ അത് നളനാണോ എന്നുള്ള സംശയം ആണ് എന്നുള്ള ഇടയ്ക്കുള്ള വിശ്വാസം, പക്ഷേ അതിൻ്റെ ഇളക്കങ്ങൾ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ശ്ലോകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ജാതാകൂത ശതാനുതാപം അസൃണ എന്ന് ദമയന്തിയെ വിശേഷിപ്പിക്കുന്ന ഒരു സമസ്തവധവും ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നൂറുകണക്കിനുള്ള ആകൂതങ്ങൾ, അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആലോചനകൾ കൊണ്ട് കൂടിച്ചേർന്ന മനസ്സോട് കൂടിയവളാണ് ദമയന്തി. ആ ദമയന്തിയെ ആണ് അങ്കാര നദിയിൽ മൂക്കോളം മുങ്ങി നിൽക്കുന്ന ഒരാളായിട്ട് വർണ്ണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പം അങ്കാരം പുതിയൊരു വാക്കൊന്നുമല്ല. അങ്കാരം എന്നുള്ള വാക്ക് പല കവികളും ഉപയോഗിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സംസ്കൃതമാണെങ്കിൽ ഭാഷയിൽ പ്രയോഗത്തിലുള്ളൊരു വാക്കാണ്. പക്ഷെ അങ്ങനെ ആ പ്രയോഗത്തിലുള്ള വാക്ക് തന്നെ ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് വേറെയാണ്. ചിത്രവും ഉണ്ട്. ഇപ്പോൾ ഈ ശബ്ദം കൊണ്ടുണ്ടാകുന്ന ഒരു സംഗീത സുഖം പോലെ തന്നെ അതിൻ്റെ ഒരു ചിത്ര സ്വഭാവം കൂടി അങ്കാര നദി എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ട് നമുക്കൊരു ചിത്രം മനസ്സിൽ വരും.
അപ്പം അതുകൂടി ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നതെന്ന് പറയാം. ഇങ്ങനെ ധാരാളം വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ഇത് സാധാരണ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പോരാത്ത അല്ലെങ്കിൽ മതിയാവില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭം സാമൂഹികമായി രൂപപ്പെട്ടു വരുന്നതിൻ്റെ കൂടി ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണ് എന്ന് ഉറപ്പിക്കാനൊന്നും തെളിയിക്കാനൊന്നും നമുക്ക് തെളിവുകളുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആലോചിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള വാക്കുകൾ ധാരാളം നവചരിതത്തിലുണ്ട് എന്നത് മറ്റ് നളകഥാഖ്യാനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റ് ആട്ടക്കഥകളിൽ നിന്ന്, മധ്യകാലത്തെ മറ്റ് കൃതികളിൽ നിന്നും ഒക്കെ നളചരിതത്തെ മാറ്റി നിർത്തുന്ന ഒരു സവിശേഷതയാണ്. നിശ്ചയമായിട്ടും പുതിയ ഭാഷാ പ്രയോഗങ്ങൾ എന്ന് പറയുന്നതും പുതിയ ഭാഷയുടെ ആവശ്യം എന്ന് പറയുന്നതും ഭാഷയുടെ ഒരു വളർച്ചയാണ്, ഒരു കുതിപ്പാണ്. അതേസമയം തന്നെ ഭാഷയുടെ അപര്യാപ്തതയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്. അപര്യാപ്തമായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ ഭാഷയിൽ നിൽക്കാത്ത പലതും അനുഭവത്തിൽ വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പതിവിൻപടി പലതും മുമ്പോട്ട് പോവുകയാണെങ്കിൽ പുതിയ ആവിഷ്കാരങ്ങൾ ആവശ്യമില്ല. പുതിയ ആവിഷ്കാരങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് പതിവുകൾ പതുക്കെ 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 തെറ്റി തുടങ്ങുമ്പോഴാണ്. ഈ പതിവ് തെറ്റലിൻ്റെ ധാരാളം സൂചനകൾ വളരെ ഭദ്രമായി നവചരിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പതിവ് തെറ്റലിൻ്റെ ധാരാളം സൂചനകൾ വളരെ വാച്യമായി കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അത്രയും വാച്യമല്ലാതെ വളരെ സംഗ്രഹ രൂപത്തിൽ ധ്വന്യാത്മകമായിട്ടാണ് ആട്ടക്കഥയിൽ ഉണ്ണായി വാര്യർ അവതരിപ്പിക്കുന്നത്. ഈ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ പുതിയ ആവശ്യങ്ങൾ, പുതിയ പതിവിൻ്റെ തെറ്റലുകൾ അല്ലെങ്കിൽ പുതിയ പതിവുകൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ 18-ാം നൂറ്റാണ്ടിൽ തിരിച്ചറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാവവിശേഷം ആയിരുന്നു എന്ന് ആലോചിക്കാൻ നളചരിതം പോലെ നമുക്ക് സഹായിക്കുന്ന കൃതികൾ വേറെ അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ നിന്ന് നമുക്ക് പതുക്കെ അതിൻ്റെ ഈ ദാർശനിക സവിശേഷതയിലേക്ക് കടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഷാ പ്രയോഗത്തെ സംബന്ധിച്ച് ഇനിയും പറയാൻ പലതും ഉണ്ടെങ്കിലും തൽക്കാലം അത് നമുക്ക് നിർത്താം. കാരണം അതിൻ്റെ ദർശന സവിശേഷതകളെ കുറിച്ചുകൂടി പറയേണ്ടതുകൊണ്ടാണ്. ഒന്നുകൂടി ഈ ഘടനയെപ്പറ്റിയും പറയാനുണ്ട്. ഭാഷയെപ്പറ്റി പറയുമ്പോൾ പലതരം ഘടനകൾ നളചരിതത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഭാഷാഘടനകളുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഏത് ഭാഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം പരിമിതമായ ഭാഷാഘടനകളാണ് ഉള്ളതെങ്കിൽ അതിൽ ആവിഷ്കരിക്കാൻ നമുക്ക് പലതും ആവിഷ്കരിക്കാൻ സാധിക്കില്ല. ആവിഷ്കരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പം ഇവിടെ കൃത്യമായ ഒരു ഉദാഹരണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ഉദാഹരണം. ഇപ്പം ഈ നമ്മുടെ ആദിവാസി ഗോത്ര ഭാഷ ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. 4 മണി വരെ സമയമുണ്ട്. അപ്പോൾ നോക്കാം, 4 മണി വരെ പോകുമെന്ന് നോക്കാം. ഗോത്രഭാഷ ഇന്ന് വളരെ ശ്രദ്ധിക്കും. ഗോത്ര കവികളുണ്ട്. അവരുടെ ഭാഷാ സവിശേഷതകൾ മലയാള ഭാഷയുടെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ ഈ ഗോത്രഭാഷയിലെ ചില സംഭാഷണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയ രീതികളെ പറ്റിയൊക്കെ ഉള്ള ചില പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നടത്തിയ പഠനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ആ ഭാഷയിൽ അവർ മാത്രം ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ കേട്ടാൽ മനസ്സിലാവില്ല, അവർക്ക് തമ്മിൽ മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ ഇന്നിപ്പോൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു പാരഗ്രാഫ് അതിലേക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവർക്ക് ആ ഭാഷയിലേക്ക് മാറ്റാൻ കഴിയില്ല. നേരെ മറിച്ച് അതിൽ പ്രധാനപ്പെട്ട, അതായത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആ ഒരു ക്രിയ മുതലായ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വാക്കുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ നാമപദങ്ങളുണ്ട്. ഇപ്പോൾ കായകളോ കനികളോ അല്ലെങ്കിൽ കല്ലുമുള്ള നാമപദങ്ങളുണ്ട്. ഈ നാമപദങ്ങളും ക്രിയാപദങ്ങളും കൊണ്ട് അവർ ഭാഷയുടെ സാധാരണ ദൈനംദിന ജീവിതം കഴിച്ചുകൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. ഞാനൊരു 1-2 ഉദാഹരണത്തിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തുകയല്ല, പക്ഷെ അങ്ങനെ ആലോചിക്കാനൊരു സാധ്യതയുണ്ട്. അതേസമയം ആ 2 ആവശ്യം എന്നുള്ളത് മാറ്റിയിട്ട് എത്രയോ കാര്യം, ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം, അത് മാറ്റിയിട്ട് ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഷ ഉപയോഗിക്കുമ്പോഴാണ് ഭാഷയിൽ പുതിയ പുതിയ ഘടനകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഭാഷാ ഘടനകളുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഭാഷയുടെ പുരോഗതിയുടെ അല്ലെങ്കിൽ ഭാഷയുടെ വളർച്ചയുടെ വലിപ്പത്തിൻ്റെ ഒക്കെ ഒരു
തെളിവായിട്ട് പറയാം. ഇപ്പോൾ ജയമോഹൻ എന്ന് പറയുന്ന തമിഴ് എഴുത്തുകാരനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അദ്ദേഹം ഈ ആറ്റൂർ രവിവർമ്മ വിവർത്തനം ചെയ്ത ജയ ചില കുറിപ്പുകൾ എന്ന സുന്ദരരാമസ്വാമിയുടെ നോവലിൻ്റെ ഒരു പിന്നുര എഴുതിയിട്ടുണ്ട്. ഒരു പിൻകുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പിൻകുറിപ്പിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹം പറയുന്നത് തമിഴിനെ അപേക്ഷിച്ച് മലയാളത്തിന് ഘടനകൾ കുറവാണ്, ഭാഷാ ഘടന കുറവാണ്. അതുകൊണ്ട് തമിഴിൽ പറയുന്ന അത്ര കാര്യങ്ങൾ അതുപോലെ മലയാളത്തിൽ പറയാൻ കഴിയില്ല. ഇത് വെല്ലുവിളിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, എങ്കിലും അതിൻ്റെ ശരിതെറ്റുകൾ എന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു സാധ്യത ഘടനയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഘടനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭാഷാ ഘടനകളുടെ വൈവിധ്യവും അതിൻ്റെ വൈചിത്ര്യവും അതിൻ്റെ സമ്പന്നതയും ഭാഷയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം തോന്നേണ്ട കാര്യമില്ല. അതിന് സംശയം തോന്നാനും ഇടയില്ല. ഈ നിലയ്ക്ക് നോക്കിയാൽ പലതരം ഘടനകളുടെ ഒരു എന്താ പറയണ്ടേ ഒരു വ്യവസ്ഥ നമുക്ക് നളചരിതത്തിൽ കാണാൻ കഴിയും. അത് ചെറിയൊരു കൃതിയാണെങ്കിൽ തന്നെ അതിൽ പലതരത്തിലുള്ള ഭാഷകൾ, ഗദ്യത്തിനോടടുത്ത് നിൽക്കുന്ന ഭാഷകളുണ്ടാവും, വളരെ വളച്ചുകെട്ടി പറയുന്ന ഭാഷകളുണ്ടാവും, അതിദീർഘമായ മഹാവാക്യങ്ങളുടെ ഒരു ഘടനയോട് കൂടിയിട്ടുള്ള ഭാഷകളുണ്ടാവും, ചൂർണിക എന്ന് പറയുന്ന കർത്താവ് ക്രിയയും മാത്രമുള്ള ചെറിയ വാക്യങ്ങളുണ്ടാവും. ഇങ്ങനെ പലതരം വാക്യങ്ങൾ കൊണ്ട് കോർത്തെടുത്ത ഒരു ഭാഷാശില്പം അതിലെ പല പദങ്ങളിലും കാണാം. അതിപ്പോൾ സന്ദർഭത്തിൻ്റെ ആവശ്യം കൊണ്ടും ആയിരിക്കാം, ചിലതൊക്കെ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ കഥാപാത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, സന്ദർഭത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വിസ്തരിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അതേസമയം തന്നെ ഈ ഘടനാപരമായിട്ടുള്ള വൈവിധ്യം എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ അതിൽ ദീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ഒക്കെ ഒരു കാലത്തിന് ശേഷം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ്റെ ഭാഷ വളരെ പ്രധാനമാണല്ലോ മലയാളത്തിൻ്റെ വളർച്ചയിൽ. അതിനുശേഷം ഇതുപോലെ ഈ ഘടനാ വൈചിത്ര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കൃതികൾ വലിയ കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. 18ാം നൂറ്റാണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നളചരിതം തന്നെ ആയിരിക്കണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഘടനാ വൈചിത്ര്യങ്ങൾ കൊണ്ടും ഭാഷയെ സമ്പന്നമാക്കുന്ന അല്ലെങ്കിൽ ഭാഷയെ സവിശേഷമാക്കുന്ന ഒരു കാര്യം നളചരിതത്തിൽ നടക്കുന്നത് അതിൻ്റെ ഭാഷാ സവിശേഷതയെപ്പറ്റി പറയാം. അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ണായിവാർ ഉപയോഗിക്കുന്ന ഈ ഒരു ഗർഭിത വാക്യ രീതി എന്ന് പറയുക, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു കാര്യം കൂടി തിരികെ വയ്ക്കുക. അത് ഒന്ന് പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞാൽ പോരെ, സാധാരണ നിലയിൽ ഒന്ന് പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ പോരാൻ തോന്നുന്നതുകൊണ്ടാണ് അത് ഒന്ന് പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ ത്വാം അനുരാഗിണിയാം അതെനിക്ക് ഭരം അമരാധിപതി അപഹായ രാഗിണ എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭരം എന്നുള്ളത് അതിനുള്ളിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ തന്നെ അത് ചേർത്ത് വയ്ക്കണം എന്ന് തോന്നുന്നത് പോലെ പല സന്ദർഭങ്ങളിലും ഇപ്പോൾ മനസാ വചസ വിദിതം ഗതിതം എന്നുള്ളത് അതുപോലെ തന്നെ ഗർഭിതമായിരിക്കുന്ന ഒരു വലിയ വാക്യത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് വയ്ക്കുന്ന 2 വാക്കുകളാണ്, 2 or 3 വാക്കുകളാണ്. അപ്പം ഇങ്ങനെ എന്തിനായിരിക്കണം ഒരു വാക്യം പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചിലത് തിരികെ വയ്ക്കാൻ തോന്നുന്നത് ഈ ഒരു എംബഡഡ്നെസ് എന്ന് പറയുമല്ലോ, അതിൻ്റെ ഉള്ളിൽ തുന്നിച്ചേർത്ത് വെച്ചതുപോലെ ഈ വാക്കുകളെ ചേർത്ത് വയ്ക്കാൻ തോന്നുന്നത് ഒന്നിച്ച് പറയാൻ ഉള്ള ഒരാഗ്രഹം കൊണ്ടും അപ്പോൾ തന്നെ അത് പറയാനുള്ള ഒരാഗ്രഹം കൊണ്ടും. ഒരു വാക്യം നിർത്തിയാൽ ഒരു നിർത്താണല്ലോ, അവിടെ ഒരു വിരാമമാണ്. അപ്പോൾ ആ വിരാമത്തിന് മുമ്പ് തന്നെ ഈ ആശയം കൂടി അല്ലെങ്കിൽ ഈ ഒരു അംശം കൂടി ഉൾക്കൊള്ളിക്കാനുള്ള ഒരു പ്രേരണ കൊണ്ടും ഒക്കെ ആണോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് തെളിവില്ല, നമുക്കങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഇത്തരം പദപ്രയോഗങ്ങൾ തുറന്നിടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അതൊക്കെ ഇതിൻ്റെ അഭിനയത്തെ സംബന്ധിച്ച വെല്ലുവിളികളും ഇപ്പോൾ മറ്റ് ചിട്ടപ്രധാനമായ കഥകളെ പോലെ സങ്കേതബദ്ധമായിട്ട് അഭിനയിക്കാൻ പറ്റിയതല്ല എന്നൊക്കെ പലരും പറയുമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വെല്ലുവിളികളും ഒക്കെ ഈ ഭാഷാ സവിശേഷതകളുമായിട്ട് കൂടി ചിലപ്പോൾ ബന്ധപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, അത് ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് സാഹിത്യവും ഭാഷയും രണ്ടായി പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഭാഷാ സവിശേഷതയെ പ്രത്യേകമായിട്ടൊന്ന് എടുത്തു നോക്കിയാൽ തന്നെ 18ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെയും വലിയ കലക്കങ്ങളെയും അഭിസംബോധന ചെയ്യാനുള്ള അല്ലെങ്കിൽ ഭാഷയിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ണായി വാര്യർ ഈ നളചരിത രചനയിൽ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്കിതിൻ്റെ കലക്കങ്ങളിലേക്ക് 18ാം നൂറ്റാണ്ടിലുണ്ടായതിലേക്ക് പോയാൽ
അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒരു ദാർശനിക സവിശേഷത എന്നോ ഒക്കെ പറയുന്നത്. ഇപ്പോൾ സാഹിത്യവും തത്വചിന്തയും എന്ന വിഷയം വളരെ ഏറെ പറയപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്, ധാരാളം ചിന്തിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു തത്വചിന്ത ആവശ്യമാണോ, ഒരു ദർശനം ആവശ്യമാണോ, സാഹിത്യത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മളൊരു ദാർശനിക വസ്തുത മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സാഹിത്യകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം സാഹിത്യകൃതികളിൽ നിന്ന് ഒരു ദർശനം അരിച്ചെടുക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണോ? അങ്ങനെ നടക്കുമോ? അങ്ങനെ ഒരു ദർശനം അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം, ആ ദർശനം നമ്മളുടെ കയ്യിൽ വരുന്നതോട് കൂടിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ അരിച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കളയാവുന്നതാണോ ഒരു സാഹിത്യകൃതിയെ സംബന്ധിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ? ഇങ്ങനെ ആലോചിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ധാരാളം പല കാലങ്ങളിൽ ഈ സാഹിത്യത്തിൻ്റെ ദാർശനിക സ്വഭാവത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന സാഹിത്യകൃതികൾ താരതമ്യേന കുറവാണ്. എന്നാൽ തീരെ ഇല്ല എന്നല്ല, പക്ഷേ താരതമ്യേന അത് പഴയ കൃതികളിലൊക്കെ കുറവാണെന്ന് തന്നെ പറയാം. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ കൃതികൾ, ലിഖിത സാഹിത്യം, എഴുതപ്പെട്ട സാഹിത്യം വെച്ച് പറയുകയാണെങ്കിൽ പഴയ കൃതികൾ ഒട്ടുമുക്കാലും ഈ ഇതിഹാസ പുരാണ കഥകളെ പുനരാഖ്യാനം ചെയ്യുന്നതാണ്. ആദ്യം പൂർണ്ണമായിട്ടായിരുന്നു. ഇപ്പോൾ ഭാരതമാല അല്ലെങ്കിൽ രാമചരിതം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പൂർണ്ണ സ്വഭാവത്തോടു കൂടിയാണ്. പിന്നെ ഒരു 15-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ പ്രത്യേകം ഭാഗങ്ങൾ എടുത്തിട്ട് അത് കുറച്ച് പൊലിമയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ എങ്ങനെയായാലും ശരി, ഇതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് ഇതിഹാസങ്ങളിലോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ ഉള്ളതാണെന്ന് മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എല്ലാവരും മഹാഭാരതവും രാമായണവും വായിച്ചിട്ടല്ല, ആരും തന്നെ വായിച്ചിട്ടല്ല, പക്ഷെ പല രീതിയിൽ പറഞ്ഞു കേട്ടും ആടിക്കണ്ടും അല്ലെങ്കിൽ പാടിക്കേട്ടും ഒക്കെ അറിയാവുന്ന കഥകളാണ് വീണ്ടും ആവിഷ്കരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ഒരു ദർശന സവിശേഷത എന്ന് പറയുന്നത് അറിയാവുന്ന ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പരിചിതമായ ഒന്ന് തന്നെയാണ്. ഇതിങ്ങനെ അടച്ചു പറയുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട്. കാരണം പരിചിതമായ ഒന്നിനെ തന്നെ അത്ര പരിചിതമല്ലാതെ ആക്കി തീർക്കുന്നതാണ് നല്ല സാഹിത്യകൃതികളുടെ സവിശേഷത, സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെ പറ്റി പറയാൻ കഴിയില്ല, പക്ഷെ പലതിനെ പറ്റിയും അങ്ങനെ പറയാൻ കഴിയും. അതേസമയം ചില കൃതികൾ ഈ പഴയ സാഹിത്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു നിൽക്കുന്നതായിട്ട്, മാറി നിൽക്കുന്നതായിട്ട് തോന്നും. നളചരിതം നിശ്ചയമായിട്ടും അങ്ങനെ ഒരു കൃതിയാണ്. അപ്പോൾ അതിലാണ് ഈ ദാർശനിക സവിശേഷതകൾ നമ്മൾ അന്വേഷിച്ച് നോക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ സാഹിത്യവും തത്വചിന്തയും എന്നുള്ളത് ഇപ്പോൾ പാശ്ചാത്യ ചിന്തയുടെ അല്ലെങ്കിൽ സാഹിത്യ പഠനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഒക്കെ ചരിത്രത്തിൽ വളരെ ധാരാളം ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. തത്വചിന്ത എന്ന് പറയുന്നത് ഒരു സത്യം പഴയ കാര്യം പറയുകയാണ് കേട്ടോ, ആധുനിക കാര്യമല്ല. സത്യം അന്വേഷിക്കാൻ, സത്യം, അതിൻ്റെ സത്ത, ഇതൊക്കെ അന്വേഷിക്കുന്ന തത്വം എന്ന് തന്നെയാണ്. തത്വത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. തത്വത്തെ അന്വേഷിച്ച് കണ്ടെത്തുക, തത്വത്തെക്കുറിച്ച് ചിന്തിക്കുക, ഇതാണ് ചെയ്യുന്നത്. ഈ തത്വത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഭാഷയുടെ മറ്റ് ഘടകങ്ങളെല്ലാം പതുക്കെ കളഞ്ഞു പോവുകയാണ്. മറ്റ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അലങ്കാരങ്ങൾ പ്രയോഗിച്ചെന്ന് വരും, അതിശയോക്തികൾ പ്രയോഗിച്ചെന്ന് വരും, വ്യാക്ഷേപങ്ങൾ പ്രയോഗിച്ചെന്ന് വരും. അപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കുന്നതെല്ലാം കളഞ്ഞ് എന്താണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ ആ തത്വം എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് തത്വചിന്തകർ നടത്തുന്നതെന്ന് പറയും. ഈ തത്വചിന്ത അന്വേഷണം ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയുടെയൊക്കെ ഒരു കാലം മുതലാണ് സാധാരണ അങ്ങനെ പറഞ്ഞു വരുന്നത്. ആ അന്വേഷണത്തിൽ തള്ളിക്കളയപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ തള്ളിക്കളയപ്പെടുന്ന ആ കാര്യങ്ങളാണ് സാഹിത്യത്തിൻ്റെതായിട്ട്. അപ്പോൾ പണ്ട് മുതലേ തന്നെ ഈ പാശ്ചാത്യ ചിന്തയുടെ അക്കാലത്തെ ചരിത്രം എഴുതുന്നവരെല്ലാവരും തത്വചിന്തയ്ക്ക് ഒരു ഉയർന്ന പദവിയും അല്ലെങ്കിൽ ഒരു പ്രഥമ പദവിയും സാഹിത്യത്തിന് ഒരു അവര പദവി അല്ലെങ്കിൽ കുറച്ചുകൂടി താഴ്ന്ന ഒരു പദവിയുമായിട്ട് ആണ് കൊടുത്തു വന്നിരുന്നത്. തത്വചിന്ത ഇപ്പോൾ പ്ലേറ്റോ തത്വചിന്തകനാണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ നിന്ന് കവിതയെ ഒഴിവാക്കി മുതലായ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ തത്വചിന്തയുടെ മുമ്പിൽ അല്പം ഒന്ന് ചൂളിപ്പോകുന്ന ഒന്നായിട്ടാണ് സാഹിത്യത്തെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ കണ്ടുവന്നിരുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ വളരെ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ തത്വചിന്ത ഒരു എന്താ പറയേണ്ട ഒരു ജനറലൈസേഷനിലേക്ക്, ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നതാണ്. ഒരു തത്വം നാം കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു സവിശേഷമായ ഒരു സന്ദർഭത്തിൽ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് തത്വമല്ലല്ലോ. അതേസമയം ആ തത്വത്തെ നമുക്ക് സമാനമായ മറ്റേത് സന്ദർഭത്തിലും പ്രയോഗിച്ച് തെളിയിക്കാൻ കഴിയുന്നതാവുമ്പോഴാണ്
അത് തത്വമായി തീരും. അപ്പോൾ അതിന് ഒരു സാർവലൗകികത്വം എന്ന് പറയുന്ന, ഒരു യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം തത്വത്തിന് ആവശ്യമാണ്. ഈ സാർവലൗകികത്വം ഉണ്ടാവണം എന്നാണെങ്കിൽ അതിൽ സാമാന്യവൽക്കരണം എന്ന് പറയുന്നുണ്ടാവും. സവിശേഷതകളെ മാറ്റി നിർത്തിയിട്ട് ഒരു സാമാന്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ്. അതേസമയം സാഹിത്യം എന്ന് പറഞ്ഞാൽ സാമാന്യവൽക്കരണമേ അല്ല, അത് സവിശേഷതകളിൽ പ്രത്യേകം ഊന്നുന്നതും സവിശേഷതകളെ പ്രത്യേകമായി അവതരിപ്പിക്കുന്നതും അതിലേക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ്. പർട്ടിക്കുലർ എന്ന് പറയുന്ന പർട്ടിക്കുലാരിറ്റീസിലേക്കാണ് സാഹിത്യത്തിൻ്റെ നോട്ടം. ഈ ഒരു വ്യത്യാസം ഇതൊക്കെ പാശ്ചാത്യ തത്വചിന്തയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ അവർ പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സംസ്കൃതത്തിലായാലും അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് മറ്റു ഭാഷകളിലായാലും ഒക്കെ സാഹിത്യവും തത്വചിന്തയും കലർന്നുള്ള ആഖ്യാനങ്ങൾ ധാരാളം നമ്മുടെ വാങ്മയങ്ങളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് പറയാൻ കഴിയില്ല. എങ്കിലും തത്വചിന്തയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ദ്വന്ദ്വ സ്വഭാവം ഉണ്ടായിരുന്നു. അതേസമയം ഏറ്റവും പുതിയ കാലത്ത്, സമകാലത്ത് എന്ന് പറയാം, തത്വചിന്തയുടെ ഈ ഒരു സവിശേഷ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പദവിയെ പലതരത്തിലും വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അത് കുറെ കൂടി മൂർത്ത സന്ദർഭങ്ങളിലേക്കും മൂർത്തമായ അനുഭവങ്ങളിലേക്കും ആ അനുഭവത്തിൻ്റെ വിശകലനങ്ങളിലേക്കും ഒക്കെ തത്വചിന്ത ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലൊരു വളരെ യൂണിവേഴ്സൽ എന്ന് പറയുന്ന, എക്കാലത്തും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നത് എന്ന് പറയുന്ന ഒരു തത്വത്തെ അന്വേഷിക്കുന്ന തരത്തിലുള്ള തത്വചിന്തകൾ ഇന്ന് താരതമ്യേന കുറവാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയുള്ളത് ഇന്ന് കുറവാണ്. നേരെ മറിച്ച് കുറെ കൂടി മൂർത്ത സന്ദർഭങ്ങളെയും സവിശേഷ സന്ദർഭങ്ങളെയും മുൻനിർത്തുന്നതാണ് ഇന്ന് നടക്കുന്നതെന്ന് പറയാം. അതിൻ്റെ ഒരു ആമുഖം എന്ന് എനിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ സാഹിത്യത്തിലെ തത്വചിന്ത എന്ന് പറയുന്നത് എന്തായാലും ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് സാഹിത്യത്തിൽ തത്വചിന്തയൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല, തത്വം മനസ്സിലാക്കാനല്ല നമ്മൾ സാഹിത്യം വായിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാഹിത്യത്തിലെ തത്വചിന്ത എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലേഖനത്തിൽ പറയുന്നത് എന്തിനാണ് തത്വം, നമുക്കൊക്കെ അറിയാവുന്ന തത്വങ്ങളാണ്, അതിൽ കൂടുതൽ വലിയ തത്വമൊന്നും സാഹിത്യത്തിൽ നിന്ന് കിട്ടാനില്ല, സാഹിത്യം അതിനു വേണ്ടി അല്ലതായി. അത് വേറൊരു ആഖ്യാനമാണ്, വേറൊരു വ്യവഹാരമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ സാഹിത്യ തത്വചിന്താപരമല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതേസമയം വേറെ ഇതുണ്ട്, സാഹിത്യം ശരിക്കും ഒരു തത്വത്തിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. അതിൻ്റെ മറ്റെല്ലാം ഈ തത്വത്തെ മുൻനിർത്തി ആ തത്വത്തെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ആ തത്വത്തെ തെളിയിക്കാനോ ഉള്ളതാണ് സാഹിത്യം എന്നുള്ള കാഴ്ചപ്പാട് നിലവിലുണ്ട്. പക്ഷെ ഈ രണ്ടും തെക്കും വടക്കും നിൽക്കേണ്ട ഒന്നാണെന്ന് പലപ്പോഴും തോന്നാറില്ല. എന്തായാലും ശരി, ഇപ്പോൾ നമുക്ക് സാഹിത്യകൃതികൾ വായിച്ച് ഉള്ള ഒരു പരിചയം കൊണ്ടും ചിലപ്പോൾ ഇപ്പോൾ സമകാലികമായിട്ടുള്ള സാഹിത്യത്തിലുള്ള ഒരു താല്പര്യം കൊണ്ടും ഒക്കെ ആയിരിക്കാം സാഹിത്യകൃതികൾ വായിക്കുമ്പോൾ അത് കേവലം ഒരു രസം എന്നത് മാത്രം നൽകുന്നത് അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. എങ്കിൽ തന്നെ അതല്ലാതെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില അംശങ്ങളും കൂടിയുള്ള സാഹിത്യകൃതികൾ കൂടുതൽ ആസ്വാദ്യകരമായിട്ട് അല്ലെങ്കിൽ അത് കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്, തോന്നും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അതിൻ്റെ ചിന്താപരമായ അംശമല്ലേ, അതിൻ്റെ ഒരു ഭാഗം എന്തായാലും അതിൻ്റെ ചിന്താപരമായ അംശമാണ്. അപ്പോൾ അങ്ങനെ ചിന്താപരമായ ഒരു അംശത്തിന് കൂടി ഇടമുള്ള, അതിനുകൂടി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള വാങ്മയങ്ങളെ അല്ലെങ്കിൽ ഭാഷാ കലകളെ കൂടുതൽ വിലമതിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൻ്റെ ഒരു തത്വപരമായ, ചിന്താപരമായ, ദാർശനികമായ എന്ന് നമുക്ക് പറയാം വിവക്ഷകളെ സംബന്ധിച്ചുള്ള അന്വേഷണം പാഴല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഞാനൊരു ചെറിയ കാര്യം, അത് പറഞ്ഞ ആളുടെ പേര് പറയണം നിർബന്ധമില്ല, പറഞ്ഞാലും അദ്ദേഹം ഒരു തത്വചിന്തകനും സാഹിത്യത്തെ വളരെ പ്രധാനമായിട്ട് തത്വചിന്തയുടെ വിഷയമായിട്ട് സ്വീകരിച്ച ആളുമാണ്. നോവലിസ്റ്റുമാണ്, നോവലുകൾ എഴുതുന്നത്, ഫ്രഞ്ച് നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മോറിസ് ബ്ലാൻഷോ എന്നാണ്. അപ്പോൾ ഒരു പഴയ പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്പേസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പഴയ പുസ്തകമാണ് കേട്ടോ, പഴയ ഒരു പുസ്തകമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ബ്ലാൻഷോ പറയുന്നു, അദ്ദേഹം പറയുന്നത് ടു റൈറ്റ് ഇൻ ഇഗ്നറൻസ് ഓഫ് ഫിലോസഫിക്കൽ ഹൊറൈസൺ നെസസറിലി ഈസ് ടു റൈറ്റ് വിത്ത് ഫസൈൽ കംപ്ലേസൻസി എന്നാണ് പറയുന്നത്. ടു റൈറ്റ് ഇൻ ഇഗ്നറൻസ് ഓഫ് ഫിലോസഫിക്കൽ ഹൊറൈസൺ,
തത്വചിന്താപരമായ ഒരു ചക്രവാളത്തെ പറ്റി തീർത്തും അജ്ഞനായിട്ട് ഒന്നും അറിയാതെ കണ്ട് എഴുതുക എന്ന് പറയുന്നത് നെസസറിലി നിശ്ചയമായും ഈസ് ടു റൈറ്റ് വിത്ത് ഫെസൈൽ കംപ്ലേസൻസി. ഒരു കഥയില്ലാത്ത സുഖാനുഭൂതി. കംപ്ലേസൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ട് എങ്ങനെയിരിക്കും. ഒരു കഥയുമില്ലാത്ത, ഒരു ഉള്ളില്ലാത്ത സുഖാനുഭൂതിയുടെ ആവിഷ്കരണമാണ് തത്വചിന്താപരമായ ഒരു ചക്രവാളത്തെ പറ്റി ഒന്നും അറിയാതെയുള്ള എഴുത്ത്. അപ്പം ഇത് വളരെ ബോധപൂർവം വരുന്നതാവണമെന്നില്ല. പക്ഷേ ബോധപൂർവമായാലും അബോധപൂർവമായാലും എഴുത്തിൽ ചിന്തയെപ്പറ്റിയുള്ള ഒരു ബോധം അല്ലെങ്കിൽ ചിന്തയുടേതായ ഒരു സാന്നിധ്യം വരുമ്പോഴാണ് അത് കഥയില്ലാത്ത സുഖാനുഭൂതിയിൽ നിന്ന് വ്യത്യസ്തമായി തീരുന്നത്. നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ സാഹിത്യത്തെ ഒന്ന് വർഗീകരിക്കാനും ഇതിനെ ക്രമപ്പെടുത്താനും ഒക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അതായത് എല്ലാ സാഹിത്യമാണെങ്കിലും എല്ലാ സാഹിത്യവും ഒരുപോലെയല്ല, എല്ലാം നമ്മൾ ഒരുപോലെയല്ല ആസ്വദിക്കുന്ന ഒരുപോലെയല്ല, വിവിധ രീതികളിലാണ്. ഒരാൾക്ക് തന്നെ പലത് ആസ്വദിക്കാൻ കഴിയും. ഇതൊക്കെ ശരിയാണെങ്കിലും ചില വേർതിരിവുകൾ ഇതിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചിന്താപരമായ അംശം എന്ന് പറയുന്നത് സജീവമായി നിൽക്കുമ്പോഴാണ് അത് ഒരു കേവല സുഖാനുഭവം എന്നതിൽ നിന്ന് മാറിയിട്ട് അടുത്ത ഒരു പദവിയിലേക്ക്, അടുത്ത ഒരു തലത്തിലേക്ക് ഈ സാഹിത്യ സൃഷ്ടി പോകുന്നതെന്ന് പറയാം. ഇത് ശരിക്കും നാം മഹത്തായി കരുതുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന പല കൃതികളെ സംബന്ധിച്ചും ഇത് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു അംശം എവിടെയെങ്കിലുമൊക്കെ അത് നിക്ഷേപിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇത് ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ഒരു കൃതി ഒരിക്കലും നല്ലൊരു കൃതിയായിട്ട് നമുക്ക് തോന്നുകയില്ല. ഇതാണ് ഇതിൻ്റെ സന്ദേശം എന്നൊക്കെ പറയില്ലേ, ഗുണപാഠം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ സന്ദേശമെന്നോ ഗുണപാഠമെന്നോ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്ന, ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് ആ ഗുണപാഠത്തിലേക്കോ സന്ദേശത്തിലേക്കോ എത്തിച്ചേരാൻ കഴിയുന്ന കൃതികളെ ഒരിക്കലും നമുക്ക് മഹത്തായ കൃതികളായിട്ട്, നല്ല കൃതികളായിട്ട് തോന്നില്ല. അങ്ങനെ അല്ല എന്ന് പറയല്ല, അത് തോന്നുക തന്നെ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സന്ദേശത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി അതിൻ്റെ മറ്റ് ഘടകങ്ങളെല്ലാം അപ്രധാനമായി. അതേസമയം അതിൻ്റെ എല്ലാ ഘടകങ്ങളും പ്രധാനമായിരിക്കുകയും അതിൽ ഉടനീളം ഈ ഒരു തത്വചിന്തയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദർശനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള രചനകളാണ് നമ്മളെ വിടാതെ പിന്തുടരുന്ന രചനകൾ എന്ന് പറയാം. അത് വായിച്ചാലും അതിന് ശേഷവും നമ്മൾ ജീവിക്കുന്നതായിരിക്കും. ഒരു തവണ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ അതിനേക്കാൾ ഉയർന്ന തരത്തിലുള്ള ചില ചിന്തകൾ പിന്നീട് നമുക്ക് വന്നു എന്ന് വരാം. അപ്പം ഈ നിലയിലൊക്കെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വായനയിൽ ഒരു അവസാനിക്കുന്നതോടുകൂടി കൃതി അവസാനിക്കാതെ അവസാനിക്കുന്നതോടുകൂടി ആ കൃതി വീണ്ടും ജനിക്കാനും പുനർജനിക്കാനും പുതിയതായി പ്രവർത്തിക്കാനും ഉള്ള ഒരു ശേഷി നേടുമ്പോഴാണ് അതിനെ വലിയൊരു കൃതിയായിട്ട് നമ്മൾ പറയുക. അതിൽ നിശ്ചയമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ കഥയില്ലാത്ത ഒരു സുഖാനുഭൂതി അല്ല ഉണ്ടാകുന്നത്. നേരെ മറിച്ച് തത്വചിന്താപരമായിട്ടുള്ള ഒരു ചക്രവാളം അത് വിഭാവനം ചെയ്യുന്നുണ്ടാവും എന്ന് നിശ്ചയമായിട്ടും പറയാം. വാച്യമായ അതുകൊണ്ട് തന്നെ ഇപ്പം നളചരിതം പോലെ ഒരു കൃതിയിലോ ഏത് കൃതിയിലായാലും ശരി, എന്താണ് അതിൻ്റെ തത്വചിന്ത എന്ന് നമുക്ക് വാച്യമായി അന്വേഷിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. എന്താണത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ അന്വേഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പറയുന്നത് വേദാന്ത ദർശനമാണ്. ഇപ്പോൾ ചില പഠനങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് വേദാന്തം തന്നെയാണ്. എന്താണ് പരമാത്മാവ്, ജീവാത്മാവ്, അതിൽ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇങ്ങനെ വളരെ എന്താ പറയണ്ടേ, ഈ വേദാന്ത ചിന്തയുടെ ഉപാധികൾ മാത്രമായിട്ട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും കാണുന്ന രീതിയുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. അത് ഒരു രീതിയാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ വേദാന്തമാണ് ഇതിലുള്ളതെങ്കിൽ മറ്റെല്ലാം പിന്നെ സെക്കൻഡറി ആയി, അതൊക്കെ അത്ര പ്രധാനമല്ലാത്തതായിട്ട് നമുക്ക് അത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, അതിൽ നമ്മൾ എത്തിയല്ലോ, അത് മതി. പക്ഷെ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ എത്തിച്ചേരൽ എന്ന് പറയുന്നത് അല്ല പ്രധാനം. ജീവിതത്തിലും അതല്ല പ്രധാനം. സത്യത്തിൽ ഇപ്പോൾ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്ന പോലെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നില്ല. സത്യത്തിൽ മാർഗം കൂടി സാധുവാണെങ്കിൽ മാത്രമേ എന്തും സാധൂകരിക്കപ്പെടുന്നുള്ളൂ എന്ന് പറയാം. കാരണം മാർഗമാണ് ജീവിതം, ലക്ഷ്യമല്ലല്ലോ ജീവിതം. ലക്ഷ്യം എന്ന് പറയുന്നത് എത്തിച്ചേരുന്ന ഒന്നായിട്ട് ഓരോ സമയത്തും ഒരു ഗോൾ അപ്പുറം ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകാമെന്നല്ലാതെ അതല്ല. നേരെ മറിച്ച് ഈ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്നെ.
അപ്പോൾ അതുകൊണ്ട് ഈ യാത്രയുടെ അംശങ്ങൾ എന്ന് പറയാവുന്ന ഇതിൻ്റെ മറ്റ് ഘടകങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തത്വത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു കൃതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതല്ല സത്യത്തിൽ വലിയ കൃതികൾ നമുക്ക് പറഞ്ഞു തരുന്നത്, അതല്ല വലിയ കൃതികളിൽ നമ്മൾ അന്വേഷിക്കുന്നതും അതല്ല. പക്ഷേ തീർത്തും അതില്ല എന്ന് പറയാനും കഴിയില്ല. മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സാന്നിധ്യമേ അനുഭവിക്കാത്ത കൃതികൾ, അതിൻ്റെ ഒരു സാന്നിധ്യമേ നമുക്ക് അനുഭവപ്പെടാത്ത കൃതികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫെസൈൽ കംപ്ലൈസൻസി എന്ന് പറഞ്ഞ പോലെ ഒരു കഴമ്പില്ലാത്ത സുഖാനുഭവം ആയിട്ട് മാറ്റിവെക്കാൻ കഴിയുന്നതാണ് എന്ന് പറയാം. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ശരി, അങ്ങനെ അല്ലാതെ ചിലതുണ്ട്. അതെങ്ങനെ വരും? നമുക്കത് ഈ ഒരു കൃതിയിൽ ഉൾപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് പറ്റിപ്പിടിക്കുന്ന, അറിയാതെ പറ്റിപ്പിടിക്കുന്ന ചില ചിന്തകളോ ചില ഭാവനകളോ ചില വാക്കുകളോ വാക്യങ്ങളോ ഒക്കെ ആയിരിക്കും. ഒരിക്കലും ഒരു വാക്കും ആ വാക്കായി മാത്രം നിൽക്കില്ലല്ലോ, അതിനൊരു ജീവിതമുണ്ട്. അപ്പോൾ ആ ജീവിതത്തെ നമ്മൾ പിന്തുടരുന്നതോട് കൂടിയിട്ട് ആ വാക്ക് വലുതായിട്ടില്ല. അത് ഒരു സന്ദർഭത്തിൽ ഒരു കൃതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ സന്ദർഭത്തെ അത് പുതുക്കുന്നത് പോലെ തന്നെ, തിളക്കി കാണിക്കുന്നത് പോലെ തന്നെ അത് നമ്മളെയും ഒരല്പം പുതുക്കുകയും നമ്മളെയും അല്പം തിളക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് ആ വാക്കുമാണ്. അപ്പോൾ ഇതൊക്കെ ഏതോ ഒരു അനുപാതത്തിൽ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് തത്വപരമായ അല്ലെങ്കിൽ ദാർശനികമായ ചില അനുഭവങ്ങൾ, ചില അനുഭൂതികൾ ഉണ്ടാകുന്നത് എന്ന് പറയാം. ഇവിടെ ഒരു പഴയ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ചിത്തവിസ്താരം, ചിത്തവിസ്തൃതി എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ ഈ ഇന്ത്യൻ ഭാരതീയ സൗന്ദര്യ സങ്കല്പത്തിൽ, ദർശനത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ഇപ്പോൾ ചിത്തവിസ്താരം എന്ന് പറയുന്ന ആ വാക്ക് കുറച്ച് വളരെ നല്ലൊരു പദപ്രയോഗമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മനസ്സിനുണ്ടാകുന്ന ഒരു വിസ്തൃതിയാണ് അത്. നമുക്ക് ചിലപ്പോൾ ഒരു ഭൂപ്രകൃതി കാണുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിത്തവിസ്തൃതി ഉണ്ടാവുമല്ലോ. മനതാരിലുണ്ടെന്ന് ഉന്മിഷിതം ചടുതി എന്ന് നമ്മുടെ പുഷ്കരന് തന്നെ തോന്നിയത് ഒരു തരത്തിലൊരു ചിത്തവിസ്തൃതി കലിയെ കണ്ടപ്പോൾ അയാൾക്ക് ഉണ്ടായതായിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു ചിത്തവിസ്തൃതി ഉണ്ടാക്കത്തക്ക തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, ഉണ്ടാക്കത്തക്ക തരത്തിലുള്ള ഭാഷാ സന്ദർഭ സൃഷ്ടികൾ, ഇതൊക്കെ സാഹിത്യത്തിൽ വളരെ പ്രധാനമാണ്. ഈ ചിത്തവിസ്തൃതി തന്നെയാണ് ഒരർത്ഥത്തിൽ ചിന്തയിലേക്ക് നയിക്കുന്നത്. അത് അവിടെ തന്നെ നിൽക്കാതെ ആലോചിക്കുമ്പോൾ അതൊരു ചിന്തയിലേക്ക് നയിക്കുകയും അത് ഈ കൃതി നമുക്ക് തരുന്ന ഒരു ചിന്താ സ്വാതന്ത്ര്യമായിട്ട്, ചിന്തയുടെ ഒരു സ്വാതന്ത്ര്യമായിട്ട് വരികയും ചെയ്യും എന്നാണ് തോന്നുന്നത്. അത് ആണോ തത്വം എന്ന് ചോദിച്ചാൽ തത്വത്തിൻ്റെതായ ചില അംശങ്ങൾ അതിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആഖ്യാനത്തിൻ്റെ സന്ദർഭങ്ങളിൽ വരുന്ന ചില പ്രയോഗങ്ങൾ, ഇമാതിരി ചില വിസ്തൃതികൾ നമുക്ക് തരാം. കൂടിക്കലർന്നാണ് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഈ കൂടിക്കലർന്ന് നിൽക്കുന്നത് പോലെ തന്നെ ചില പദപ്രയോഗം, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഉണ്ണായിവാരിയുടെ ചില പദപ്രയോഗങ്ങളെ പറ്റി പറഞ്ഞു, അതുപോലെ നമുക്ക് ചിത്തവിസ്തൃതി ഉണ്ടാക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഇപ്പോൾ സത്യമോർക്കുകിൽ സംസാരയാത്രയിൽ പാപത്തിൻ കഴൽ കുത്തിടാതെ കടന്നവർ കാണുകില്ലടോ എന്ന് കുമാരനാശാൻ കരുണയിൽ പറയുന്ന ഒരു ഈരടിയാണ്. ഉപഭുക്തൻ കരുണയോട് വാസവദത്തയോട് പറയുകയാണ്. വാസവദത്ത പാവിനിയാണ്. ഇപ്പോൾ ഈ പാപം എന്ന് പറയുന്നത് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. വാസവദത്ത ഇങ്ങനെ ചെയ്തു, വാസവദത്ത അതിനൊരു കൊടും വിധി ശിക്ഷ അനുഭവിച്ചങ്ങനെ കിടക്കുകയാണ്. പക്ഷെ സത്യമോർക്കുകിൽ സംസാരയാത്രയിൽ പാപത്തിൻ കഴൽ കുത്തിടാതെ കടന്നവർ കാണുകില്ലടോ. അത് വേണമെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് എടുത്താൽ ഒരു ചിന്ത നമ്മളിൽ അത് ഉദിപ്പിക്കുന്നതായിട്ട് തോന്നും, ഒരു ദർശനം നമ്മളിൽ അത് അവശേഷിപ്പിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ അത് മാത്രമായിട്ട് എടുത്താൽ അത് അത്ര വലിയ കാര്യമാണോ? ഇപ്പം എല്ലാവരും പാപം ചെയ്യുന്നവരാണ്, ചെയ്തിട്ടുണ്ടാവും, ഏറെയും കുറഞ്ഞൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു പുതുമയില്ല. ആർക്കും പറയാൻ കഴിയുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അതിനൊരു സവിശേഷ മഹത്വം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് ആ സന്ദർഭം കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ്. അങ്ങനെ സന്ദർഭം കൊണ്ട് അർത്ഥമുണ്ടാകുന്ന അതിസാധാരണമായ വാക്യങ്ങളെ നമുക്ക് ഒരു ദാർശനിക കോടിയിൽ, ദാർശനികതയുടേതായ ഒരു ഭാഗത്തിൽ എന്തുകൊണ്ട് ചേർത്തുകൂടാ? കാരണം ഒരു ദർശനവും ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയല്ലല്ലോ, അത് മനസ്സിൽ പ്രവർത്തിക്കുന്നതല്ലേ. മനസ്സിൽ പ്രവർത്തിക്കത്തക്ക തരത്തിൽ അതിനൊരു ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ സന്ദർഭ സവിശേഷതകൾ പ്രധാനമായിരിക്കും എന്ന് തോന്നുന്നു.
ഇപ്പോൾ പാവങ്ങൾ എന്ന നോവൽ ഇപ്പോൾ അതിൻ്റെ വിവർത്തനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണല്ലോ. അതിൻ്റെ അവസാന ഘട്ടത്തിൽ രാംവാൽ രാമൻ, ഈ മരിയൂസ് കൊസത്ത്, ഇവർ രണ്ടുപേരോടും, ഈ രാംവാൽ രാം മരിക്കാൻ കിടക്കുകയാണ്, മരണ ആസന്നനായി കിടക്കുന്ന രാംവാൽ രാമൻ ഈ കുട്ടികൾ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നത്, എത്ര സർവ്വസാധാരണമായിട്ടൊരു കാര്യമാണ് സ്നേഹിക്കുക, അതല്ലാതെ ഈ ലോകത്തിലൊന്നും ചെയ്യാനില്ല, പരസ്പരം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. ഇത് അതിസാധാരണമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഈ അതിസാധാരണത്വം അസാധാരണമായി തീരുന്നത് ആ കഥയിലുടനീളം, പാവങ്ങൾ എന്ന് പറയുന്ന ആ ബൃഹത്തായ നോവലിലുടനീളം, രാംവാൽ മാത്രമല്ല എത്രയോ കഥാപാത്രങ്ങൾ ജീവിതത്തെ നേരിട്ട് നേടിയെടുക്കുന്ന ഒരു മനപരിഭാഗം കൊണ്ടാണ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ, അതിദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ, പലവട്ടം മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥകൾ, ഇതിനെ എല്ലാം നേരിട്ട് അവസാനം ഇതാ മരിക്കാൻ കിടക്കുകയാണ്. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതിലളിതമായിട്ടുള്ള ഈ ഒരു വാക്യം പറയുമ്പോൾ, ഈ ലളിതമായ വാക്യം അതിൻ്റെ ലാളിത്യം വെടിയുകയും അത് വളരെ ഗുരുതരമായി തീരുക, ഗൗരവമുള്ള ഒന്നായി തീരുകയും ചെയ്യും. അത് ആ ജീവിതം നമുക്ക് നൽകുന്ന ഒരു പരിഭാഗമാണ്, ആ ജീവിതം നമുക്ക് നൽകുന്നതിൻ്റെ ഒരു ഗൗരവമാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ കരമസോ സഹോദരന്മാർ എന്ന നോവലിൻ്റെ അവസാനം അലിയോഷ കരമസോ എന്ന് പറയുന്ന അതിലെ കഥാപാത്രം, അയാളുടെ ചുറ്റും കൂടിയ കുറേ കുട്ടികൾ, ആ കുട്ടികളോട് പറയാണ്, ആ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, യു നീഡ് നോട്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നിങ്ങൾ എന്തെങ്കിലും നല്ലതായിട്ട് ചെയ്യുകയാണെങ്കിൽ, നീതിയുക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ജീവിതം വളരെ നല്ലതാണ്. ഇതും സാധാരണമായ ഒരു കാര്യമാണ്, അതിസാധാരണമായ കാര്യമാണ്. ഈ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും ഒരുപക്ഷെ പറയുന്ന കാര്യവുമായിരിക്കും. പക്ഷേ ഇതും മുമ്പേ പറഞ്ഞ പാവങ്ങൾ എന്ന നോവലിനെ പറ്റി പറഞ്ഞതുപോലെ, അതും അതിനൊരു ഗ്രാവിറ്റി ഉണ്ടാകുന്നത്, അതിന് കനമുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇതിലെ ഓരോ കഥാപാത്രവും അതിനു മുമ്പ് ജീവിച്ച ജീവിതത്തിൻ്റെ, അവരുടെ അനുഭവങ്ങളുടെ, ദുസ്സഹതകളുടെ ഒക്കെ ആകത്തുകയായിട്ട് ഈ ഒരു വാക്യം വരുമ്പോൾ ഇതിന് വലിയ കനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നിശ്ചയമായിട്ടും ഇങ്ങനെ അവിടെയായിട്ട് നിക്ഷേപിക്കുന്ന പ്രയോഗങ്ങൾ, നിക്ഷേപിക്കുന്ന ചില ചിന്താശകലങ്ങൾ, ഇതൊക്കെ ദാർശനികമായി വിലയുള്ള, ദാർശനികമായി മഹത്വമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് നളചരിതത്തിൽ നമുക്ക് മറ്റ് കൃതികളെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് നളചരിതത്തിലേക്ക് വരികയാണെങ്കിൽ, നളചരിതത്തിൽ അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗങ്ങളൊന്നും തന്നെ അതായി മാത്രം നിൽക്കാതിരിക്കുമ്പോഴാണ് അതിനൊരു ദാർശനിക ഗൗരവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏത് കൃതിയിലായാലും ശരി, ഏത് നോവലിലോ അല്ലെങ്കിൽ കവിതയിലോ ഒക്കെ ആവട്ടെ, ഇങ്ങനെ പറയുന്ന ചില പ്രയോഗങ്ങൾ അതായി മാത്രം, അതിൻ്റെ സന്ദർഭത്തെ മാത്രം തിളക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് വലിയ ഒരു പ്രാധാന്യമില്ല. അതേസമയം അത് പരന്നിങ്ങനെ ആ കൃതി മുഴുവൻ വ്യാപിക്കുമ്പോൾ, അത് വായിക്കുന്നവരുടെ മനസ്സിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിന് കൂടുതൽ ഗൗരവം ഉണ്ടാവും. അങ്ങനെ വ്യാപിക്കുന്നവയാണ് യഥാർത്ഥത്തിൽ ഒരു ചിന്തയായി നമുക്ക് കാണാൻ കഴിയുക, അല്ലെങ്കിൽ കൃതിയുടെ ഒരു ദാർശനിക സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നളചരിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നളചരിതത്തിലെ കഥയൊന്ന് മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ, അത് അവസാനത്തിൽ എത്തുമ്പോഴും ഒരവസാനത്തിൽ എത്തുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അവസാനത്തിൽ എത്തുന്നു എന്ന് വേണമെങ്കിൽ, എത്തുന്നില്ല എന്നും വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രീതിയിലാണ്. ഇതിലെ നേരിടലുകൾ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം തന്നെ ജീവിതത്തെ നേരിടുന്നവരാണ്. ആത്യന്തിക സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ പ്രവർത്തിക്കുന്നത്, ആത്യന്തിക സന്ദർഭങ്ങളെ നേരിടുന്ന തരത്തിൽ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നത് വലിയ കൃതികളുടെ എല്ലാം ഒരു സവിശേഷതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അങ്ങനെയുള്ള അതിസങ്കീർണമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളെ അഭിസംബോധന ചെയ്യാൻ കരുത്തുള്ള കഥാപാത്രങ്ങളായിട്ട് വളർത്തുക. ഇത് താരതമ്യേന നമ്മുടെ കൃതികളിൽ കുറവാണ്. നമ്മുടെ മധ്യകാല കൃതികളിൽ സവിശേഷമായിട്ട്, പഴയ കൃതികളിലൊക്കെ നോക്കിയാൽ സവിശേഷമായിട്ട് അത് കുറവാണ്. അത് കുറവാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പേ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അത് വേറൊന്നിലേക്ക്, ഒരു വിധിയിലേക്കോ അല്ലെങ്കിൽ ഒരു പതിവിലേക്കോ ഒക്കെ
മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ വിധിയന്ത്രത്തിൻ്റെ തിരിപ്പിനെ പറ്റി അറിയാവുന്ന ഈ കവി അങ്ങനെയുള്ള പലതരം നേരിടലുകളെ കഥാപാത്രങ്ങൾക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 5 നളന്മാർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദമയന്തിക്ക് തോന്നുന്ന ഒരു ഏറ്റവും എന്താ പറയണ്ടേ ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ് അത്. ആ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ ഇപ്പോൾ ആ പ്രതിസന്ധിക്ക് മുമ്പ് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ധൈര്യപൂർവ്വം തരണം ചെയ്ത് അവസാന നിമിഷം വന്നപ്പോൾ ഇതാ അവസാനത്തെ ഒരു പ്രതിസന്ധി എന്ന നിലയിൽ അത് മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ നിവൃത്തിയൊന്നുമില്ല. അന്നത്തെ നിലയ്ക്ക് ഈ അവരെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. അവരെ തന്നെ ശരണം പ്രാപിച്ചിട്ടാണ് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതെങ്കിലും ആ രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ഇതുപോലെയുള്ള എത്രയോ മുഹൂർത്തങ്ങളെയാണ് ദമയന്തി നേരിടുന്നത്, നളനും നേരിടുന്നത് നമുക്കറിയാം. പെരുമ്പാമ്പിൻ്റെ മുമ്പിലാണെങ്കിൽ, കാട്ടാളൻ്റെ മുമ്പിലാണെങ്കിൽ, സാർത്ഥവാഹകന്മാരുടെ മുമ്പിലാണെങ്കിൽ, അവസാനം ബാഹുകൻ്റെ മുമ്പിലും അതേ പ്രതിസന്ധി തന്നെ നേരിടുകയാണല്ലോ ചെയ്തത്. അപ്പം ഇങ്ങനെ അടിക്കടി ഒന്നിനു പിന്നാലെ ഒന്നായി നമ്മളെ തുറച്ചു നോക്കുന്ന പ്രതിസന്ധികളായിത്തീരുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനത്തെ ഇപ്പം നളകഥ എത്രയോ വട്ടം പറയപ്പെട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലുണ്ട്, നൈഷധത്തിലുണ്ട്, എത്രയോ നളകഥകളുണ്ട്. പക്ഷെ ഈ നളകഥകളിൽ ഒന്നും ഇല്ലാത്തതുപോലെ ഇത്തരം മുഹൂർത്തങ്ങളിൽ ശ്രദ്ധ ചെലുത്തത്തക്ക രീതിയിൽ ആഖ്യാനത്തെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് നളചരിതത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നളചരിതം കിളിപ്പാട്ട് നോക്കിയാലും, നളചരിതം തുള്ളൽ നോക്കിയാലും, ഭാഷാനൈഷധം ചമ്പു നോക്കിയാലും ഇതിലൊന്നും ഇങ്ങനെ ഒരു അത്യുത്കടമായ പരീക്ഷണ ഘട്ടത്തെ ഈ കഥാപാത്രങ്ങൾ നേരിടുന്നതായിട്ട് നമുക്ക് തോന്നില്ല. എന്തുകൊണ്ട് തോന്നില്ല എന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ ഒരു അലങ്കാരം കൊണ്ട് അത് മൂടി വയ്ക്കുകയായിരിക്കും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കേവലമായ ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മാറ്റിയായിരിക്കും ചെയ്തിരിക്കുന്നത്. പലരും ഇതൊന്നും ആവിഷ്കരിക്കാറ് തന്നെയില്ല. ഇപ്പോൾ തുള്ളലൊക്കെ നോക്കുകയാണെങ്കിൽ നളചരിതം തുള്ളൽ നല്ല കൃതിയാണ്. പക്ഷെ നളചരിതം ഓട്ടംതുള്ളൽ നോക്കിയാൽ അതിൽ വിവാഹത്തിന് ഘോഷം കൂട്ടി എന്ന് പറഞ്ഞതിൻ്റെ 1-ാം ഭാഗം അവസാനിക്കുന്നത്. വിവാഹത്തിന് ഘോഷം കൂട്ടിയെന്നല്ല, വിവാഹം ഇല്ല. വിവാഹം ഇല്ലെങ്കിൽ പിന്നെ നിശ്ചയമായിട്ടും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ പ്രതിസന്ധി പറയേണ്ട ആവശ്യമില്ല. 2-ാം ഭാഗം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കലിബാധയൊക്കെ കഴിഞ്ഞ്, ചൂടുകളിയും കലിബാധയും കഴിഞ്ഞിട്ട് നളനെ അന്വേഷിക്കാനായിട്ട് പല ബ്രാഹ്മണരെ പല സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 2-ാം ഭാഗം തുടങ്ങുന്നത്. അപ്പോൾ വളരെ സങ്കീർണതയുള്ള കുറേ ജീവിത മുഹൂർത്തങ്ങളെ അങ്ങനെ തന്നെ വിട്ടുകളയാണ് കുഞ്ഞുനമ്പ്യാർ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഇനി കിട്ടാഞ്ഞിട്ടാണോ അറിയില്ല, എന്തായാലും ശരി, അത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുള്ളലിൽ അതില്ല. കിളിപ്പാട്ടിലാണെങ്കിൽ 4 ഭാഗങ്ങളായിട്ട് കഥ ഏതാണ്ട് പൂർണ്ണമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള സങ്കീർണ മുഹൂർത്തങ്ങളെ അത് കാര്യമായി വികസിപ്പിച്ച് അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതേ 18-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായ കൃതികൾ, അതുപോലെ തന്നെ സംസ്കൃതത്തിലുണ്ടായിട്ടുള്ള കൃതികൾ അവരുടെ ഒന്നും കണ്ണ് ചെല്ലാത്തതുപോലെ ഈ പ്രതിസന്ധി മുഹൂർത്തങ്ങളെ പ്രധാനമായി കാണാനുള്ള ഒരു കണ്ണ് ഉണ്ണായിവാരർക്ക് എവിടെ നിന്ന് കിട്ടിയിരിക്കണം. അതാണ് പറഞ്ഞത്, ഒരു കാലത്തിൻ്റെ പകർച്ച, മാറ്റം, വ്യവസ്ഥാ ശൈഥില്യം, ഇളകിത്തുടങ്ങലുകൾ, ഇതെല്ലാം ഏതോ ഒരു ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കവിക്ക് മാത്രമേ അതിലേക്ക് കണ്ണ് ചെല്ലുള്ളൂ. ഇത് ചിന്തയാണോ എന്ന് ചോദിച്ചാൽ അത് ചിന്തയുടെ ചില ആവിഷ്കാരങ്ങളാണെന്ന് പറയാം. അത് അസച്ച് അങ്ങനെ തന്നെ ഒരു ചിന്തയാണെന്നല്ല, നേരെ മറിച്ച് അത് ചിന്തയുടെ പലതരം പ്രത്യക്ഷീകരണങ്ങളിലൊന്നാണ്, പലതരം ആവിഷ്കാരങ്ങളിലൊന്നാണ് എന്ന് പറയാൻ സാധിക്കും. നളനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ട്. നളൻ്റെയും ദമയന്തിയുടെയും വ്യക്തിത്വം താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൂടുതൽ എന്താ പറയണ്ടേ, ഒരു പച്ചയായ ജീവിതം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് നളൻ്റെ ജീവിതത്തിലാണെന്ന് പറയാം. കാരണം എപ്പോഴും ഒരു നിലവിട്ടു പോകുന്ന അവസ്ഥയും നളൻ്റെ ജീവിതത്തിലുണ്ട്. വളരെ എന്താണ് ധീരോദാത്തന് അതിപ്രതാപ ഗുണവാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ധീരോദാത്തനും അതിപ്രതാപ ഗുണവാനും ഒന്നും ആയിട്ടുള്ളൊരു നായകനല്ല നളൻ. പലപ്പോഴും പലവിധം ദൈന്യങ്ങൾ അനുഭവിക്കുന്ന ആളാണ്, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഉള്ള ആ അനുഭവത്തിൻ്റെ പലതിൽ നിന്ന് ഒരു നോട്ടമില്ലാതെയൊക്കെ പെരുമാറുന്ന ആളാണ്. അതിൽ നിന്ന് നളൻ്റെ 2-3 ആത്മകഥകൾ 3-ാം ദിവസത്തിലെ കഥയിലാണ് വരുന്നത്. ആ 3-ാം ദിവസത്തിലെ കഥയിൽ ആദ്യത്തെ 2 ആത്മകഥകളാണല്ലോ, ലോകപാലന്മാരെ എന്നുള്ളതും ഘോരവിപിനം എന്നുള്ളതും. അത് പിന്നെ വിജനവധ, അത് കഴിഞ്ഞ് മറിമാൻ കണ്ണി, ഒക്കെ നളൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ മുഹൂർത്തങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആത്മകഥകളാണ്. ആത്മകഥകൾ തന്നെ വിചാരപ്രദം എന്നാണ് കഥകളി ഭാഷയിൽ പറയുന്നത്. എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇന്നത്തെ ഒരു ഭാഷയിൽ ആത്മകഥകൾ എന്ന് പറയാം. ഈ ആത്മകഥകൾ തന്നെ ശരിക്കും
ഒരു സവിശേഷ രൂപമാണ്. ഇത്രയും ആത്മകഥകൾ വേറൊരു ആട്ടക്കഥയിലും ഇല്ല. ആട്ടക്കഥയില്ലെന്നല്ല, പഴയ ഏത് കൃതിയിൽ നോക്കിയാൽ കാണും, ഒന്നിനും കാണില്ല. ആത്മകഥകൾ ഉണ്ടാവണം എന്നാണെങ്കിൽ ഒരാത്മം ഉണ്ടാവണം. താൻ എന്നൊരവസ്ഥ ഉണ്ടാകാതെ അത് സാധ്യമല്ല. താനെന്ന അവസ്ഥ ഉണ്ടായാൽ പോരാ, തൻ്റെ വികാരങ്ങളെ, തൻ്റെ അനുഭവങ്ങളെ മറ്റൊരാളോട് പറയാൻ കഴിയാതിരിക്കുകയും തന്നോട് തന്നെ പറയാതിരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ആത്മകഥകൾ ഉണ്ടായി പോകുന്നത്. ഇപ്പോൾ ഷേക്സ്പിയർ, സോളിലോക്കിയൊക്കെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷതകളെ പറ്റി. ഇപ്പം ഈ നിലയിൽ നളചരിതത്തിൽ നോക്കി 8 or 9 ആത്മകഥകളുണ്ടല്ലോ. നളനും ദമയന്തിക്കാണ് പ്രധാനമായിട്ട്, പിന്നെ മറ്റു ചില കഥാപാത്രങ്ങൾക്കും ഈ ആത്മകഥകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു അവനവനെ തന്നെ നേരിടുന്ന, സ്വയം നേരിടുന്ന ഒന്നാണ്. ഏത് നോക്കിയാലും അങ്ങനെയാണ്. പിന്നെ നായക നന്ദിനി നോക്കിയാൽ അവിടെ അഭിലാഷ വിപ്രലംഭത്തിൻ്റെ സന്ദർഭമാണ്. ആരോടെൻ്റെ സ്വൈരക്കേടുകൾ നോക്കിയാൽ 2-ാം ദിവസത്തിൽ നോക്കിയാൽ അങ്ങനെ, ഇങ്ങനെ നോക്കിയാലൊക്കെ വളരെ ഉത്കട സന്ദർഭങ്ങളിൽ വരുന്ന ആത്മകഥകളാണ് ഉള്ളത്. ദമയന്തിക്ക് പിന്നെ ഈ നൈഷധനിവന്താനുരീക്ഷലില്ല, 4-ാം ദിവസത്തെ പറയാം. ഇതിൽ ഈ 3-ാം ദിവസത്തെ, നമുക്ക് തൽക്കാലം 3-ാം ദിവസത്തെ ഈ നളൻ്റെ ആത്മകഥകളിലേക്ക് വന്നാൽ, ലോകപാലന്മാരെ എന്നുള്ളതിൽ അധീരൻ എന്നാരും അപഹസിക്കരുത് എന്നാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിസങ്കട ചാബല്യം എനിക്കരുതേ എന്നെ അധീരൻ എന്ന് പറയരുത്. അപ്പം ഈ അധീരത തനിക്കുണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ നളൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം. 2-ാം ദിവസം ചൂത് കളിച്ചതും അത് രാജ്യം കളഞ്ഞതും ദമയന്തി ഉപേക്ഷിച്ചതും ഒക്കെ ഇങ്ങനെ ഒരു ധീരതയില്ലായ്മയുടെ അംശം തന്നിലുണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കുന്നത് കൂടി ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു അധീരത തന്നിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അടുത്ത പദം തന്നെ അടുത്ത ആത്മകഥ ഘോരവിപിനമാണെങ്കിൽ തന്നെ കാലം കൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകപാലന്മാരെ എന്ന് പറഞ്ഞിട്ട് ഈ വിധിയത്ര തിരിപ്പിനെ പറ്റിയൊക്കെ ആലോചിച്ച് അത്ര പെട്ടെന്ന് ഈ ഭവനേ വനതാം വനേ ഗൃഹത്വത്തിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. അപ്പോൾ കാലം കൊണ്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അത് അടുത്ത പദമായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് ആവട്ടെ. അങ്ങനെ ഒരു കാലം എടുത്തിട്ട്, കുറേ ഒരു ഇടയെടുത്തിട്ട് എന്തായാലും മനസ്സിന് ഒരു മാറ്റം വന്നതിൻ്റെ സൂചനയാണ് ഈ ഘോരവിപിനം എന്ന് പറയുന്ന ആ പദത്തിലുള്ളത്. അതിലൊരു മനസ്സിന് ഏതോ ഒരു ഇരിക്കപ്പൊറുതി ഇല്ലായ്മയിൽ നിന്ന്, തീർത്തും ഇരിക്കപ്പൊറുതി കിട്ടിയെന്നല്ല, എന്നാലും താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഇരിക്കപ്പുറത്ത് കിട്ടിയതിൻ്റെതായ ചില സൂചനകൾ അതിൽ കാണാം. അതുകൊണ്ടാണ് ഈ തത്വം എന്നല്ലേ, തത്വവിചാരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടായിരിക്കാനാണ് സാധ്യത. തത്വവിചാരത്തിലേക്ക് പോകണമെങ്കിൽ നിശ്ചയമായിട്ട് ഒന്ന് ഇരിക്കണമല്ലോ. അല്ലാതെ മുഴുകി ജീവിക്കുമ്പോൾ തത്വവിചാരം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. സാന്ദർഭികമായിട്ടെങ്കിലും ഒന്ന് മാറി നിന്ന് നോക്കുമ്പോഴാണ് തത്വം എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നോക്കണം എന്നാണെങ്കിൽ അവിടെ അല്പം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കാനുള്ള ഒരു ഇടയുണ്ടാവും. അപ്പോൾ ആ ഒരു ഇട കിട്ടിയതായിട്ട് നമുക്ക് ഈ ഘോരവിപിനം നോക്കുമ്പോൾ മനസ്സിലാവും. അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ പദം പറയേണ്ട ആവശ്യമില്ല. ഈ വനം ഭവനമാണെന്നും ഭവനം വനമാണെന്നും ഇതൊന്ന് വെച്ച് മാറിയിട്ട് ഇപ്പോൾ ഇതുവരെയുള്ള ഈ അനുഭവങ്ങളിൽ നിന്ന് വനം തനിക്ക് എങ്ങനെ തോന്നുന്നു, തൻ്റെ രാജധാനി ആ 7 നില കെട്ടിടവുമൊക്കെ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ, ഈ വനത്തിലേതെന്ന് സാധാരണമായിട്ട് പറയുന്ന ദുഷ്ടമൃഗങ്ങളും ജന്തുക്കളും ചതി കലർന്ന ആളുകളും ഇതൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ രാജധാനിയിൽ തന്നെയാണെന്നും, വനത്തിൽ അങ്ങനെയല്ല. സദനങ്ങൾ, ശോഭനങ്ങൾ, അതുപോലെ തന്നെ സജല, സശില, തടിനി, ജനനി, അമ്മയെപ്പോലെയാണ് ഈ തടിനി എന്ന് പറയുന്നത്. രാജാന ഇമയ തരവോ ദൃഢം ആജാന മനോരമ ഭൂതികൾ, ഈ തരുക്കൾ എന്ന് പറയുന്നത്, വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് രാജാക്കന്മാരെ പോലെയാണ്. അപ്പം അങ്ങനെ ജീവിതം കൊണ്ട് തനിക്ക് പരിചിതമായിട്ടുള്ള രാജാക്കന്മാരും അമ്മയും അതുപോലെ ഈ സഭാതലങ്ങളും ഇതെല്ലാം ഇതായി കാടാണെന്നും, ഇതെല്ലാം ഉള്ള നാട് എന്ന് പറയുന്നത് അപകടങ്ങൾ, സങ്കടങ്ങൾ, അകമയ ദുഷ്ടമൃഗങ്ങൾ മുതലായതാണ് എന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് പതുക്കെ മാറിത്തീരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ഇട കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു ജീവിതവും അതിനു മുമ്പുള്ള ഒരു ജീവിതവും തമ്മിൽ നോക്കുകയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ഒരു അതിന് പറയുക, ഒരു ഇടയാണ്. ആ ഒരു സ്പേസാണ് ഈ പദത്തിൽ കാണുന്നത്. അതിനുശേഷം ശരിക്കും ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരികയാണല്ലോ. ഇപ്പോൾ കാർക്കോടകം വന്നു, കാർക്കോടകം വസ്ത്രം കൊടുത്തു. ശരിക്കും ഋതുവർണ്ണനെ സേവിക്കണം എന്നും, ഋതുവർണ്ണനെ സേവിക്കുകയാണെങ്കിൽ കലിയാണ് എല്ലാം തിരിച്ചറിവാണ്. ശരിക്കും പറഞ്ഞാൽ കലിയാണ് തൻ്റെ ഈ അപകടങ്ങൾക്കെല്ലാം കാരണം എന്ന് കാർക്കോടകൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാക്കുന്നത് മുതൽ
ഒരു അഭ്യുദയ മാർഗം ഉപദേശിക്കുന്ന ഘട്ടമെല്ലാം ഈ ഒരു പദത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിനു മുമ്പുള്ള നളൻ്റെ ജീവിതവും അതിന് ശേഷമുള്ള നളൻ്റെ ജീവിതവും തമ്മിലുള്ള ഒരു ഇടയുണ്ട്. രൂപം കൊണ്ടും അങ്ങനെയാണല്ലോ, ബാഹുവനായി മാറുകയാണ് ചെയ്യുന്നത്, രൂപം കൊണ്ടും അങ്ങനെ തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാഹുവത്വം വരുന്നതോട് കൂടിയിട്ട്, അങ്ങനെ മാറ്റം ഒരിടയിൽ നിന്ന് വരുന്നതോട് കൂടിയിട്ട് ഒരു ഇരട്ട വ്യക്തിത്വം എന്ന് പറയുന്നത്, രണ്ടായി ജീവിക്കാനുള്ള ഒരു സാധ്യതയും സാധുതയും ഒക്കെ നളനുണ്ട്. ആദ്യം മുതൽ നോക്കിയാൽ കുറച്ചൊക്കെ അതുണ്ടായിരുന്നു, അതിവിടെ മൂർത്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിരസ്കരനെ സ്വീകരിച്ചിട്ട് ദൂത് പറയാൻ പോകുന്നു, ദമയന്തിയുടെ അടുത്തേക്ക് ദൂത് പറയാൻ പോകുന്ന ആ സന്ദർഭം നോക്കിയാൽ ശരിക്കും അവിടെ ഒരു ഇരട്ടയാണ് നളൻ. നളൻ്റെ മനസ്സിൽ ദമയന്തിയെ കാണാനുള്ള അദമ്യമായ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് താംസ നഖനിരകൾ മുതൽ പൂഞ്ചികുര തതിയറുതി വാഞ്ചയോട് നികടഭൂവി കണ്ടു. ആ ഒരു നിമിഷം കണ്ടതിന് ശേഷമാണ് അമരേന്ദ്ര ദൂതനിവൻ അപരാധമോർത്ത് മനം ഉപരോധനേന വശമാണ് ഇങ്ങനെ പറയും. അപ്പോൾ ഈ രണ്ടുമുണ്ട്. ആ ദൂതത്വം എന്ന് പറയുന്ന ഒരു പുറമേക്കുള്ള ഒരു വ്യക്തിത്വമുണ്ട്, കാമുകത്വം എന്ന് പറയുന്ന അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അപ്പം ഈ ഒരു ഇരട്ട എന്ന് പറയുന്ന സ്വഭാവം എല്ലാ മനുഷ്യരിലുള്ള ഒരു സ്വഭാവം തന്നെയാണ്. ഡബിൾ എന്ന് പറയുന്ന ഒരു സ്വഭാവം, ദസ്തയേവ്സ്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുടെ പേരും ഡബിൾ എന്നാണല്ലോ. അപ്പോൾ അതെല്ലാം എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്, ആധുനിക മനുഷ്യരിലും ഉള്ളതാണ്. അത് നളനിൽ, ദമയന്തിയേക്കാൾ കൂടുതലായിട്ട് നളനിൽ ആ ഒരു ഇരട്ടത്വമുണ്ട്. ആ ഇരട്ടത്വം കൊണ്ട് ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഘോരോപനത്തിന് ശേഷം ബാഹുകൻ ആയിത്തീരുന്നതോടുകൂടി, ബാഹുത്വം വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് മാറുകയാണ് നളൻ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അങ്ങനെയാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒന്നിരിക്കാൻ, ഇപ്പോൾ ഘോരവിപിനം എന്നതിൽ അങ്ങനെ ഒന്നിരിക്കാൻ കഴിഞ്ഞ നളന് പിന്നെ വലിയ ഉൽക്കാപാതം പോലെയൊക്കെയാണ് പിന്നെയുള്ള ഇപ്പോൾ സ്വയംവരം മുതലായ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടത്, അതെല്ലാം മനസ്സിൽ വരികയാണല്ലോ ചെയ്യുന്നത്. ഈ നിലയ്ക്ക് ഒരു ഇട കൊടുത്തുകൊണ്ട് അല്പം ഒന്ന് ഇരുന്നുകൊണ്ട് ഇതിലേക്ക് അതൊന്ന് മനസ്സ് പാളിപ്പോവാനും മനസ്സൊന്ന് തിരിച്ചു വയ്ക്കാനുമുള്ള ഒരു സാധ്യത ഈ ആട്ടക്കഥയിൽ മാത്രമാണ് നളൻ്റെ ജീവിതത്തിൽ, അതുപോലെ ദമയന്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നേരെ മുമ്പോട്ട് കയറ് കെട്ടിപ്പിടിച്ചതുപോലെ പോകുന്ന ആഖ്യാനങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഈ ആഖ്യാനങ്ങളെ വശങ്ങളിലേക്കൊന്ന് തിരിക്കാനും അനുഭവങ്ങളെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇരുത്തി നിർത്താനും ഒരു ഇടയെടുക്കാനും ഇങ്ങനെ ഒരു അതിനിപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അതിൻ്റെ ഒരു ഉള്ളിലൊരു വിസ്തൃതി കൊടുക്കത്തക്ക രീതിയിൽ ആഖ്യാനത്തെ ക്രമീകരിക്കുന്ന ഒരു സ്വഭാവം ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ഒന്നും ഉണ്ടായ മലയാള കൃതികളിൽ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എഴുത്തച്ഛനായാലും കുഞ്ചൻ നമ്പ്യാരായാലും, കുഞ്ചൻ നമ്പ്യാർ വേറൊരു തരത്തിലാണ്, അത് നേരിട്ട് ഇതിനോട് പറയാൻ പറ്റുന്നതല്ല. പൂന്താനമായാലും അങ്ങനെ അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളത്. അതിലൊന്നും ഇത് കാണില്ല. പക്ഷെ ഇതിലിങ്ങനെ കുറേ ഇടകൾ, കുറേ ഉൾവിസ്തൃതികൾ ഇങ്ങനെ കാണാം. അപ്പോൾ അതിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത ഇത് വായിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ പാടി കേൾക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ അഭിനയിച്ച് കാണുന്ന നമുക്ക് ഉണ്ടാവും. അത് ഇതിൻ്റെ ചിന്താപരമായ ദാർശനികമായ ഒരു സ്വഭാവത്തെ കൂടുതൽ മുമ്പോട്ട് വയ്ക്കുന്നതാണെന്നാണ് സാധാരണ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതാണ് ഈ ഇളക്കങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ നോക്കിയാൽ കാടും നാടും ഉണ്ട് നളചരിതത്തിൽ, വനം നഗരം പറഞ്ഞല്ലോ, വനവും നഗരവും നളചരിതത്തിലുണ്ട്. അതുപോലെ തന്നെ മനുഷ്യേതരങ്ങളുടെ വലിയൊരു ലോകം ഉണ്ട് നളചരിതത്തിൽ. ഇതൊക്കെ കഥയിലുള്ളത് തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യേതരങ്ങൾ തന്നെ ഹംസവും കാർക്കോടകനും പോലെയുള്ള തിര്യക്കുകളും, അതുപോലെ ദേവസമൂഹവും, അതുപോലെ തന്നെ രാക്ഷസ സമൂഹവും, ഇതെല്ലാം ഉണ്ട്. എല്ലാം കലർന്നു നിൽക്കുന്ന ഒരു ജീവിതത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടകളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത വായനക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഇതിനെ ഒരു കഥാഖ്യാനം എന്നതിൽ നിന്ന് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നേരെ എത്തിച്ചേരുന്ന ഒരു കഥാഖ്യാനം എന്നതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കലർന്ന് ജീവിക്കാനുള്ളൊരു ഇട തരികയാണ് ചെയ്യുന്നത്. സാഹിത്യവും കലയും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, ഒരു സാധ്യത എന്ന് പറയുന്നത് അങ്ങനെ പലതിലേക്കും നമ്മുടെ ജീവിതത്തെ തുറന്നു വയ്ക്കാനുള്ള ഒരു സാധ്യതയാണ്. പലതിലേക്ക് തുറന്നു വയ്ക്കേണ്ട ഒരു കാലവും ആണ് എന്ന് പറയാം. നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, ഇന്ന് IT കമ്പനികളിലൊക്കെ ജോലിയെടുക്കുന്ന കുട്ടികൾ കുറെ കൂടി സമയം ജോലിയെടുക്കണം, ഒരു 19 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ദിവസം ജോലി ചെയ്യണം എന്ന് ഒരു വലിയ കോർപ്പറേറ്റ് ഭീമൻ പറഞ്ഞതായിട്ട് വായിച്ചതാണ്. എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഒരു ഇട എന്ന് പറയുന്നതില്ല, ഒരു നിമിഷം എന്ന് പറയുന്നത് ഇതിലേക്ക് അല്ലാതെ നമുക്ക് കൊടുക്കാനില്ല. എന്തിനാ?
എന്തിനാണെന്ന് വെച്ചാൽ അത് വേണ്ട ആളുകൾ വേറെ ഉണ്ടാവും എങ്കിലും. പക്ഷേ ഇതല്ല. അപ്പോൾ എന്താണ് ഒരു കല നമുക്ക് നൽകുന്നത്, എന്താണ് ഒരു സാഹിത്യം നമുക്ക് നൽകുന്നത്, എന്താണ് ഒരു സംഗീതം നമുക്ക് നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കുറേ ഇടകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം അതിൽ കൂടി ഒന്ന് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ എന്താ പറയണ്ടേ ഒന്നുകൂടി ഒരു ജീവിതം ജീവിച്ചതുപോലെ തോന്നും. മറ്റേ ഇങ്ങനെ ഈ ചക്ക് കാള എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരേ പണി തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക വേണ്ടി വരുന്ന ഒരു കാലമാണ്. ചെയ്യാതെ നിവൃത്തിയില്ല, കാരണം ജീവിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ചില സ്പേസുകൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് പ്രധാനം. അങ്ങനെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് നളചരിതമെന്ന് നമുക്കിപ്പോൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ, വീണ്ടും വായിച്ചതിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാലത്തെ ഒരു ശൈഥില്യത്തെക്കുറിച്ചും ഇളക്കങ്ങളെക്കുറിച്ചും അതിന് ഉണ്ണായി ഭാഷയിൽ അതെങ്ങനെ പിടിച്ചെടുക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ കുറച്ച് നേരമായിട്ട് നമ്മൾ പറഞ്ഞു. ഈ ഇളക്കങ്ങളുടെയും ശൈഥില്യങ്ങളുടെയും ഒക്കെ ഒരു മൂർത്ത രൂപമായി നമുക്ക് കലി എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണാൻ സാധിക്കും. നിശ്ചയമായിട്ടും ഇതിൻ്റെ ദാർശനിക ഗൗരവത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കഥാപാത്രമാണ് കലി. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കലി പുതിയ ആളല്ല. മഹാഭാരതം മുതൽ നളോപാഖ്യാനത്തിലെല്ലാം നളകഥ പറയുന്ന എല്ലാ കഥകളിലും കലിയുണ്ട് എന്ന് മാത്രമല്ല, കലി ശമനം എന്നതാണ് നളകഥയുടെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട് ആണല്ലോ. ഈ കാർക്കോടകസ്യ നാഗസ്യ എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകത്തിൽ മഹാഭാരതത്തിൽ തന്നെ ഈ കലിനാശനം എന്ന് പറയുന്നതാണ് നളോപാഖ്യാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ കലിയെ പറ്റി ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സുഹൃത്ത് ഡോക്ടർ വേണുഗോപാൽ തന്നെ കലിയെപ്പറ്റി വളരെ മികച്ച ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. എന്തായാലും ശരി, നമ്മുടെ സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കലി എന്ന് പറയുന്നത്. അതിനെ ചരിത്രകാരന്മാർ അവരുടേതായ രീതിയിൽ നോക്കി കണ്ടിട്ടുണ്ട്. എന്തായാലും ശരി, ദൈനംദിന ജീവിതത്തിൽ പോലും ഭാഷകളിൽ പോലും ഈ അടുത്ത കാലത്തില്ല, എന്നാലും കുറച്ചുകൂടി നമ്മുടെ മുതിർന്നവരൊക്കെ കലിയുഗം എന്ന് പറയാറുണ്ട്, കലികാലത്തിൻ്റെ വിശേഷമാണെന്ന് പറയാറുണ്ട്. എന്തായാലും ശരി, അത്രയും ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് കലിസങ്കല്പം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയ വ്യാപ്തിയിലേക്ക് പോകാൻ ഇവിടെ സമയമില്ല. എങ്കിലും മലയാളത്തിലും ഈ കലിയെ പറ്റിയുള്ള ധാരാളം ആഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത് മിക്കവാറും പുരാണാഖ്യാനങ്ങളിലാണ് വന്നത്. ഭാഗവതത്തിലാണ് പ്രധാനമായിട്ട് കലിയെ പറ്റിയുള്ള ആഖ്യാനങ്ങൾ വരുന്നത്. ഈ ആഖ്യാനങ്ങൾ നോക്കിയാൽ വ്യവസ്ഥയുടെ വലിയ മാറ്റമാണ് കലിയുഗത്തിൽ വരുന്നത്. എന്താണ്? 2-3 കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒന്ന്, ഈ ബ്രാഹ്മണ വൃത്തി എന്ന് പറയുന്നത് വെല്ലുവിളിക്കപ്പെടുന്നു, വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നു. ബ്രാഹ്മണർ തന്നെ ആ വൃത്തിയിൽ നിന്ന് പതുക്കെ പതുക്കെ പോകുന്നു. അതായത് ഈ പൂണൂല് ഒരു അലങ്കാരത്തിന് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. അവർ വേദോച്ചാരണം നിർത്തുന്നു, സന്ധ്യാവന്തനം നിർത്തുന്നു, അവരുടെ നിത്യകർമ്മങ്ങളൊക്കെ നിർത്തുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ആന്തരികമായി നിർമ്മിക്കുന്നു, അതേസമയം തന്നെ അത് പുറമെ നിന്ന് വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് അതിൻ്റെ ഒരടിസ്ഥാനമാണ്. ഇനി മറ്റൊന്ന്, പുതിയ ചില ജീവിത മാർഗങ്ങൾ വരികയാണ്. ഇപ്പം കച്ചവടം എന്ന് പറയുന്നത്, കച്ചവടത്തിന് ആർക്കും മടിയില്ലാതെയാവുന്നു. ദ്വിജന്മാർ തന്നെ കച്ചവടം ചെയ്യുന്നു. എന്തൊക്കെ കച്ചവടം ചെയ്യുന്നു? ചോറ് കച്ചവടം ചെയ്യുന്നു, അതുപോലെ തന്നെ വസ്ത്രം കച്ചവടം ചെയ്യുന്നു. ഇങ്ങനെ പലതും കച്ചവടം എന്ന് പറയുന്നു. ഇതിലൂടെ സമ്പത്ത് നേടുന്ന പുതിയൊരു വിഭാഗം ഉണ്ടായി വരുന്നു. ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ സാധാരണ സമൂഹത്തിൽ കാണപ്പെടാത്ത ഒരു വിഭാഗത്തിന് സമ്പത്തുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരുന്ന ചില മാറ്റങ്ങളെയാണ് വ്യവസ്ഥയുടെ മാറ്റങ്ങളായിട്ട് ഇപ്പോൾ നളചരിതം കിളിപ്പാട്ടിലായാലും തുള്ളലിലായാലും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ. തുള്ളലിന് കുറച്ചുകൂടെ ഉണ്ട്, ഈ മരുമക്കത്തായത്തിൻ്റെ ശൈഥില്യമൊക്കെ അതിൽ കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ സ്ഥൂലമായിട്ട് വരുന്ന ചില മാറ്റങ്ങളെയാണ് പല കൃതികളിലും കലിയുടെ സൂചനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ചരിത്രകാരന്മാർ അവരുടേതായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കൃതിയാണ് സംസ്കൃതത്തിലെ നൈഷധീയ ചരിതം. ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം. ഉണ്ണായി വാര്യർ അദ്ദേഹം അത് നോക്കിയിട്ടുണ്ട്. പലരും പന്മന, MS ശാസ്ത്രിയൊക്കെ ഈ നൈഷധത്തിൽ നിന്ന് ഉണ്ണായി വാര്യർ എടുത്തിട്ടുള്ള പല ഭാഗങ്ങളും അവരുടെ വ്യാഖ്യാനങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, ഉണ്ണായി വാര്യർ നൈഷധം നോക്കിയിട്ടുണ്ടാവുന്നുള്ള ഉറപ്പാണ്. ഈ നൈഷധത്തിൽ 12-ാം നൂറ്റാണ്ടാണ് ശ്രീഹർഷൻ്റെ കാലം. 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഈ വേദാന്ത മതസ്ഥാപനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് ഉറച്ചു കഴിഞ്ഞു. പിന്നെ ഒരു മുഗൾ സംസ്കാരത്തിൻ്റെ വരവൊക്കെ എങ്ങനെ വരും. അപ്പോൾ അതിനു മുമ്പ് ഇത് ഒന്നുകിൽ ഉറച്ചു അല്ലെങ്കിൽ ഉറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ നൈഷധത്തിൽ കലി വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. അതിൽ 17-ാമത്തെ സർഗത്തിൽ, അപ്പം ആട്ടക്കഥ പോലെയല്ല, ആട്ടക്കഥയിൽ സ്വയംവരത്തിന് ശേഷമാണല്ലോ കലി വരുന്ന ഭാഗം അവതരിപ്പിക്കുന്നത്. ഇത് സ്വയംവരത്തിന് മുമ്പാണ്. അതായത് സ്വയംവരം നടക്കുന്നതിന് മുമ്പ് തന്നെ കലിയും കൂടി സ്വയംവരത്തിന് പോകുന്നതായിട്ട് അവതരിപ്പിക്കാം.
അത് 17ാമത്തെ സർഗത്തിലാണ്. 222 ശ്ലോകമുണ്ട്. അതിൽ ഏറ്റവും വലിയ സർഗം ഈ കലി വരുന്ന സർഗമാണ്. അതിൽ തന്നെ ഏതാണ്ട് 80-ഓളം ശ്ലോകങ്ങൾ ഈ കലിയുടെ ഒരു സൈന്യാധിപൻ ഇന്ദ്രൻ, അഗ്നി, യമൻ ഇവരോട്, ഇന്ദ്രനോട് പ്രധാനമായിട്ടും വാദപ്രതിവാദം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വാദപ്രതിവാദത്തിൽ മുഖ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, കലി റെപ്രസെന്റ് ചെയ്യുന്നത് മുഴുവൻ, കലി പ്രതിനിധാനം ചെയ്യുന്നത് മുഴുവൻ ബൗദ്ധ ജൈന മതങ്ങളെയും ചാർവാക മതത്തെയുമാണ്. ഇപ്പം ചാർവാകന്മാർ എന്ന് പറഞ്ഞപ്പോൾ നിരീശ്വരവാദികൾ എന്നല്ല പറയേണ്ടത്, ആസ്തിക്യമില്ലാത്ത ആൾ, വേദത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾ, വേദവിശ്വാസം ഇല്ലാത്ത ആളുകളെ, അത് ബൗദ്ധരും ജൈനരും ഒക്കെ അങ്ങനെയാണ്, വേദങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ വേദത്തിൽ വിശ്വാസം ഇല്ലാത്ത ചാർവാകരെയും ബൗദ്ധ ജൈനരെയും അടിമുടി വിമർശിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഉപാഖ്യാനം കൊണ്ട് ശ്രീഹർഷൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കലിയുടെ സൈന്യാധിപൻ ധാരാളം വാദങ്ങളും ഇന്ദ്രനോട് പറയുന്നത് മുഴുവൻ ഈ ചാർവാക ദർശനവും ബൗദ്ധ ദർശനവുമാണ്. എന്താണ്? യാഗം കൊണ്ട് ഫലമില്ല, പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ഫലമില്ല, പുനർജന്മം എന്ന് പറയുന്ന ഒന്നില്ല, അതുപോലെ തന്നെ ഈ എന്താണ്, ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് മുഴുവൻ വേദാന്ത തത്വങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ ഈ വേദാന്ത തത്വത്തെ വിമർശിച്ച് ഒതുക്കുക എന്നുള്ളതാണ് കലിയുടെ ലക്ഷ്യമായിട്ട് ശ്രീഹർഷൻ കാണുന്നത്. ഇതിനുശേഷം ഇന്ദ്രനും അഗ്നിയൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷെ ആ മറുപടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, കലി പറയുന്നതിൻ്റെ 4/1 പോലും മറുപടി പറയാൻ ഇന്ദ്രനും കഴിയുന്നില്ല, അഗ്നിക്കും യമനും ആർക്കും കഴിയുന്നില്ല. ഇതൊക്കെ വേദവിശ്വാസമാണ്, വേദത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, വേദത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നല്ലാതെ നേർക്ക് നേരെ കലി മുമ്പോട്ട് വെച്ച വാദങ്ങൾക്ക് മറുപടി പറയാൻ വേദാന്തത്തിന് ഇന്ദ്രന് കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ ബുദ്ധജൈന മതങ്ങളും ചാർവാക മതങ്ങളും വേദാന്ത മതവും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെയോ സംവാദത്തിൻ്റെയോ അന്തരീക്ഷമായിട്ട് ഈ കലി എന്ന കഥാപാത്രത്തെ വികസിപ്പിക്കുകയാണ് നൈഷധത്തിൽ ശ്രീഹർഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പന്മൻ രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ 19 ശ്ലോകം എന്ന് പറഞ്ഞത്, ഈ ശ്ലോകങ്ങളുടെ മുഴുവൻ സത്ത ഉൾക്കൊണ്ടാണ് ഉണ്ണായി വാര്യർ പ്രകടിത നിജാടോപൻ എന്ന് പ്രയോഗിച്ചതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല, യാതൊരു സംശയമില്ല. ഇപ്പം ഈ പ്രകടിത നിജാടോപൻ എന്ന് പറയുന്ന ഒരു വിശേഷണത്തിൽ ശ്രീഹർഷന്റെ കലി ചിത്രീകരണത്തിന്റെ അംശം ഇല്ല. അംശം ഉണ്ടാവും, പക്ഷെ അത് സംഗ്രഹിച്ചാണെന്ന് പറയാനേ കഴിയില്ല. കാരണം ഈ കലിയെ എങ്ങനെ ഉണ്ണായി വാര്യർ സ്വീകരിക്കുന്നു, വളർത്തുന്നു എന്നുള്ളതാണ് നമുക്കതിൻ്റെ ചിന്താപരമായ സവിശേഷത എടുത്തു പറയാം. കലിയെ ഒരു ബുദ്ധമതവാദിയായിട്ടോ ചാർവാകനായിട്ടോ, ഇനി അങ്ങനെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന് ശൈഥില്യം ഉണ്ടാക്കുന്ന ഒരാളായിട്ടോ, അല്ലെങ്കിൽ കച്ചവടത്തിന് പ്രാധാന്യം വരുത്തുന്ന ഒരാളായിട്ടോ, പണം സമ്പാദിക്കുന്ന ആളായിട്ടോ ഒക്കെയാണ് ഇതരാഖ്യാനങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ, നളചരിതം ആട്ടക്കഥയിൽ അങ്ങനെയേ അല്ല. ഈ കാര്യങ്ങളൊന്നും നമുക്ക് ചാർവാക മതത്തിൻ്റെയോ ബുദ്ധമതത്തിൻ്റെയോ ഒന്നും ഒരു സൂചന നളചരിതത്തിൽ നിന്ന് കിട്ടുകയില്ല. അതിലെ കലി വേറൊന്നാണ്. അതിലെ കലി എന്ന് പറയുന്നത് ഒരു അസഹിഷ്ണുത ഉള്ള ആളാണ്, ഒരു പൊറുക്കരുതായ്മ, ഒരു കുടിലത. എപ്പോഴും ഇങ്ങനെ നേർവഴിക്ക് പോകുമ്പോൾ ഒന്ന് വളഞ്ഞു പോകാനുള്ള ഒരു ത്വര മനസ്സിലുണ്ടാകുന്ന ആ ത്വരയ്ക്ക് ഒരു മൂർത്ത രൂപം കൊടുത്ത് അവതരിപ്പിച്ചതുപോലെയാണ് കലിയെ അവതരിപ്പിച്ചിട്ടുള്ളത് ഉണ്ണായി വാര്യർ. ആദ്യം വരുന്നത് മുതൽ അങ്ങനെയാണ്, സഹിക്കുന്നില്ല എന്നതാണ്. ഇന്ദ്രനും അഗ്നിയൊക്കെ പറഞ്ഞല്ലോ, ഇതിന് പുറപ്പെടേണ്ട, കുമതി ഭവാൻ, നളൻ ഗുണവാൻ കുമതി ഭവാൻ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ഇത് കേൾക്കാതെ പോയി 12 കൊല്ലം കാത്തിരുന്നിട്ട് ഈ അകത്ത് പ്രവേശിച്ചു. അത് കഴിഞ്ഞ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം ഈ കഷ്ടപ്പാടൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ പിണക്കി അകറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദ്രമുഖാമര നിന്ദനമാണ് ഇതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെറുതെ ഒരു കാരണം പറയുന്നതായിട്ട് തോന്നുള്ളൂ. തനിക്ക് തന്നെ ഇവരെ പിണക്കി അകറ്റണം എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കൗടില്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ, ഒരു കളങ്കത്തിൻ്റെ, ഒരു കാളിമയുടെ അംശമായിട്ടാണ് കലിയെ വളർത്തുന്നത്. അത് കലി ഒരു കഥാപാത്രം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഒരു കഥാപാത്രം എന്നതിൽ നിന്ന് മാറിയിട്ട് നളനിലും പുഷ്കരനിലും അതുപോലെ പലരിലും പ്രവർത്തിക്കുന്ന ഒരു അംശമായിട്ട്, ഒരു കളങ്കമായിട്ട് ഈ കലിയെ വികസിപ്പിക്കുന്നുണ്ട്. എല്ലാവരിലും വരാം എന്ന് വികസിപ്പിക്കുന്നുണ്ട്. ആ സന്ദർഭം ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നത് 3-ാം ദിവസത്തിൻ്റെ അവസാനത്തിലാണ്. ഇപ്പം 2-ാം ദിവസത്തിൽ കലി വരുന്ന ആ ഭാഗം ധാരാളം അഭിനയിക്കപ്പെടാറുള്ളതാണ്. പക്ഷെ 3-ാം ദിവസത്തിലെ അവസാന ഭാഗം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാര്യമായിട്ട് അഭിനയിക്കപ്പെടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ സമയത്ത് കലിയെ അവതരിപ്പിക്കുന്ന ഒരു ശ്ലോകവും കലിയുടെ ഒരു പദത്തിൻ്റെ ആരംഭവും നമുക്ക് എന്തായാലും ഒന്ന് പറയണം. സമയം കഴിഞ്ഞെങ്കിലും അതുകൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ശ്ലോകം വളരെ ഗംഭീരമായ ഒരു ശ്ലോകമാണ്. വൈദർഭീശാവരൂപോദ്ധത ദഹനശിഖ ദഗ്ധശേഷം സശോഷം
കാർക്കോടകാഖ്യ ഉരക വിഷതടിഹി ഗാഠം അംഗം വിമൂഢ രുദ്ധപ്രാരബ്ധ സിദ്ധിർനവം അനലധിയാ ത്യക്തവാൻ സിദ്ധവിദ്യ സുപ്രാകാശ്യ സഹിഷ്ണു കലിരഥ ജഗൃഹേ സാസിന നൈഷധേന എന്നാണ് പറയുന്നത്. ഇനി ആദ്യത്തെ പോട്ടെ, ആദ്യം ഇത്രയേ ഉള്ളൂ. ഈ ദമയന്തിയുടെ ശാപം കൊണ്ട് ഒട്ടൊക്കെ ശോഷിച്ചവനായി. പിന്നെ ഈ കാർബോഡകന്റെ വിഷം കൂടി ഏറ്റതോട് കൂടിയിട്ട് ബാക്കിയുള്ളത് കൂടി ഇല്ലാതെയായി തീർന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറയാണ് രുദ്ധ പ്രാരബ്ധ സിദ്ധി. ആരംഭിച്ചത് സിദ്ധമാവാതെ, അത് ലഭിക്കാതെ രുദ്ധമായി രോധിക്കപ്പെട്ടു, അത് തടയപ്പെട്ടു. എന്താണോ താൻ തുടങ്ങി വെച്ചത്, ആ തുടങ്ങി വെച്ചത് മുഴുവിപ്പിക്കാൻ കഴിയാതെ രോധിക്കപ്പെട്ടു, അത് തടയപ്പെട്ടു. അപ്പോൾ അയാൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. എന്താണ് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നളനെയും ദമയന്തിയും തമ്മിലകറ്റി കാട്ടിൽ അയച്ചു, ചൂതിൽ തോൽപ്പിച്ചു, ഇത്രയൊക്കെ. ഇതൊക്കെ തൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. രുദ്ധ പ്രാരബ്ധ സിദ്ധിർ നളം അനലധിയ, തീ പോലെ ആണ് നളനെ തോന്നിയത്. പിന്നെ സിദ്ധവിദ്യ സുപ്രാകാശ്യ സഹിഷ്ണു എന്നൊരു വാക്കും കൂടിയുണ്ട്. നളനെ കിട്ടിയ ആ അക്ഷഹൃദയം എന്ന് പറയുന്ന വിദ്യയാണ്. ആ വിദ്യയുടെ അക്ഷഹൃദയം അല്ലെങ്കിൽ പോലും വിദ്യയുടെ സുപ്രകാശം കൊണ്ട്, നല്ല പ്രകാശം കൊണ്ട് അതിൽ അസഹിഷ്ണുവായി തീർന്നു, സഹിക്കാൻ കഴിയാത്ത ആളായി തീർന്നവനാണ് കലി. ഈ ഇങ്ങനെയുള്ള ഒരു കലിയെ അവതരിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ കലി ഒരു കഥാപാത്രം മാത്രമല്ല എന്നും ആ കഥാപാത്രത്തെ കവിഞ്ഞു നിൽക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ആ കലിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. തുടങ്ങി വെച്ചത് മുഴുമിപ്പിച്ചിട്ടില്ല എന്നാണ്. അതേ കലി സംസ്ഥാപരാധം പറയുന്നുണ്ടെങ്കിലും ബഹുമാനിയ ഞാൻ ആരെയും തൃണവൻ എന്നാണല്ലോ ആദ്യം പറയുന്നത്. ആരെയും ഞാൻ ഒരു പുല്ലിന് പോലും വിലപിക്കുന്നവനല്ല, ബഹുമാനിക്കുന്നവനല്ല. പക്ഷേ ഞാൻ വേണമെങ്കിൽ അല്പം ഒന്ന് തോട്ടിയിട്ട് പിടിച്ചതുപോലെ ഒന്ന് അടങ്ങിയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അടങ്ങിയിരിക്കുക, തോട്ടിയിട്ട് പിടിച്ചാൽ നമുക്കറിയാമല്ലോ, ആരെ ഒന്ന് കുടഞ്ഞാൽ ആ തോട്ടി വിട്ടുപോകാനും വലിയ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വിട്ടുപോകത്തക്ക തരത്തിൽ ഒരു ഗുണമായി വ്യാപ്തതയോടുകൂടി ഇതര കഥാപാത്രങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കും കവിഞ്ഞു പോകുന്ന ഒരു സങ്കല്പമായി കലിയെ എൻ്റെ അറിവിൽ വേറെ ആരും ചിത്രീകരിച്ചതായിട്ട് തോന്നുന്നില്ല. ഉണ്ണായി വാര്യരാണ് അങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അത്ര പ്രാധാന്യം ആ കഥാപാത്രത്തിനുണ്ട്. ശരിക്കും ഈ നളചരിതത്തിൻ്റെ ദർശനത്തെ സംബന്ധിച്ചും അതിൻ്റെ ചിന്താ ഗൗരവത്തെ സംബന്ധിച്ചും അതിൻ്റെ സാഹിത്യ സൗന്ദര്യത്തെ സംബന്ധിച്ചും ഒക്കെ പറയുമ്പോൾ അതിന് നായകമായി നിൽക്കുന്ന ഒന്ന് ഈ കലിബാധ എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരായ പറയുന്നത് നളൻ തന്നോട് തന്നെ ചെയ്യുന്ന സമരമാണ് കലിയോട് ചെയ്യുന്ന സമരം എന്ന് പറയുന്നത്. നളൻ മാത്രമല്ല, ഓരോരുത്തരും അവരവരോട് തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സമരമുണ്ട് എന്ന്, ഒരു യുദ്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നായിട്ട് കൂടി ഉണ്ണായി വാര്യരിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ കലിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഈ നിലകളിലെല്ലാം ഇതിൽ കലർന്നു കാണുന്ന പല ഭാഗങ്ങളും നളചരിതത്തിൻ്റെ ചിന്താഗൗരവത്തെ സംബന്ധിച്ച്, അതിൻ്റെ ദാർശനിക സവിശേഷതകളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്നതാണ്. ആ ആലോചനയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ദാർശനികത. അല്ലാതെ അതിൽ എഴുതി വെച്ചിട്ടുള്ളതല്ല. ആ എഴുതി വെച്ചതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, മുമ്പേ പറഞ്ഞതുപോലെ, ഈ ഉൾത്തെളിച്ചങ്ങളും ചിത്തവിസ്താരങ്ങളുമാണ് അതിൻ്റെ ദാർശനികത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ പല കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ഒരു സദസ്സാണിതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഇതിന് കിട്ടിയ അവസരം വളരെ വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും ഇത് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം.